Hello everyone, Sahakari Race Plus HSST Commerce Quantitative Technique ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ക്യൂട്ടിയുടെ ഫസ്റ്റ് ക്ലാസ് ആണല്ലേ. അപ്പോൾ നമുക്ക് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എല്ലാവരും ഫെമിലിയർ ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. ഭയങ്കര എന്താ പറയുക, എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഈസി ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കവർ ചെയ്യാനായിട്ട് നോക്കാം. സോ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, ഈ ഒരു ടേം പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റിഗാർഡിങ് ആവറേജ്. എന്താണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി? ആവറേജിനെയാണ് നമ്മൾ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആവറേജ് ഐഡൻറ്റിഫൈ ചെയ്യുക. മെഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ മെത്തേഡ്. ഓക്കെ, മെഷർ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു മെത്തേഡിനെയാണ് നമ്മൾ മെഷർ എന്ന് പറയുന്നത്. മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി. സോ ഇറ്റ് ഈസ് ദ മെത്തേഡ് ഫോർ ഫൈൻഡിങ് ആവറേജ്. ഒരു സീരീസ് ഓഫ് ഡാറ്റാസ് നമുക്ക് തരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു നമ്പർ ഓഫ് ഐറ്റംസ് നമുക്ക് തരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവറേജ് ഐഡൻറ്റിഫൈ ചെയ്യുക. അതാണ് സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു പ്രോസസ്സിനെ പറയാനായിട്ട് സാധിക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി? ഇറ്റ് ഈസ് എ മെത്തേഡ് ഫോർ ഐഡൻറ്റിഫൈയിങ് ആവറേജ്. ഒരു എന്താ പറയുക, ഒരു ഇൻഡിവിജ്വൽ ഡാറ്റ സീരീസിൻ്റെയോ അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ സീരീസിൻ്റെയോ ആവറേജ് ഐഡൻറ്റിഫൈ ചെയ്യുക. അതാണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. ഇനി നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എ സിംഗിൾ നമ്പർ ദാറ്റ് ഈസ് യൂസ്ഡ് ടു സമ്മറൈസ് ഓൾ ദ വാല്യൂസ് ഓഫ് എ ഡാറ്റ സെറ്റ്. അപ്പോൾ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ എന്താണ് സംഭവിക്കുന്നത്? എ സിംഗിൾ നമ്പർ, ഒരു സിംഗിൾ നമ്പർ ഉപയോഗിച്ചിട്ട് നമ്മൾ ആ ഒരു എൻറ്റയർ ഡാറ്റ സെറ്റിനെ സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്യാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മുടെ ക്ലാസ്സിൽ ഒരു 5 പേരുണ്ടെന്ന് വിചാരിക്കുക. ആ 5 പേരുടെ ഹൈറ്റ്സ് നമുക്ക് അറിയാം. അപ്പോൾ സപ്പോസ് ഒരാൾ 150, ദെൻ 152, ദെൻ 164, ദെൻ 163, ദെൻ 172. ഈ ഒരു റേഞ്ചിൽ ഹൈറ്റ് ഉള്ള 5 പേരുണ്ട്. അപ്പോൾ എന്താണ്? 5 പേരുടെ ഹൈറ്റ് എന്ന് പറയുന്ന ഇൻഫർമേഷൻ നമുക്ക് അവൈലബിൾ ആണ്. ഇതാണ് നമ്മുടെ ഡാറ്റ സെറ്റ് എന്ന് പറയുന്നത്. ഇതിനെ റെപ്രസെൻ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഒരു ഹൈറ്റിനെ, അല്ലെങ്കിൽ ഈ ഡിഫറെൻറ്റ് ആളുകളുടെ ഹൈറ്റിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? ആവറേജ് ഉപയോഗിച്ച് പറയാം. ഇപ്പോൾ ഈ ക്ലാസ്സിലെ 5 പേരുടെ ഹൈറ്റിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് ഇത്രയാണ് എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ 5 ഡാറ്റ സെറ്റിനെ സമ്മറൈസ് ചെയ്ത് പറയാനായിട്ട് സാധിക്കും ബൈ യൂസിങ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഡാറ്റ സീരീസിനെ അല്ലെങ്കിൽ ഒരു ഡാറ്റ സെറ്റിനെ സിംഗിൾ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് അതിനെ സമ്മറൈസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എക്സാമ്പിൾ നമ്മൾ എന്താ പറഞ്ഞത്? 5 കുട്ടികളുണ്ട്, 5 പേരുടെ നമുക്ക് ഹൈറ്റ്സ് അറിയാം. അപ്പം അതിൽ നിന്ന് നമുക്കൊരു ആവറേജ് ഐഡൻറ്റിഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ 5 പേരുടെ ആവറേജ് ഹൈറ്റ് ഇത്രയാണ് എന്നുള്ള രീതിയിൽ ഒരു സിംഗിൾ നമ്പറിലേക്ക്, ഇപ്പോൾ സപ്പോസ് നമുക്ക് ആവറേജ് ആയിട്ട് കിട്ടുന്നത് ഒരു 155 ആണെന്ന് വിചാരിക്കാം. എക്സാമ്പിൾ ആയിട്ട് പറയുന്നതാണ് കേട്ടോ. സപ്പോസ് 155 ആണ് നമുക്ക് ആവറേജ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന 5 നമ്പേഴ്സിനെയും നമുക്ക് എങ്ങനെ സമ്മറൈസ് ചെയ്യാം? ഈ പറയുന്ന 5 ആളുകളുടെ ആവറേജ് ഹൈറ്റ് എന്ന് പറയുന്നത് 155 സെൻറ്റിമീറ്റർ ആണ് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഏകദേശം എന്ത് മനസ്സിലാവും? ആ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ ഹൈറ്റ് എത്രത്തോളം വരും എന്നുള്ളത് ആ ഒരു സിംഗിൾ നമ്പറിൽ നിന്ന് തന്നെ, അല്ലെങ്കിൽ ആ ഒരു ഒറ്റ നമ്പറിൽ നിന്ന് തന്നെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അല്ലേ? അപ്പോൾ അത് തന്നെയാണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഡിഫറെൻറ്റ് നമ്പേഴ്സിനെ, അല്ലെങ്കിൽ ഒരു ഡാറ്റ സെറ്റിനെ ഒരു സിംഗിൾ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ സമ്മറൈസ് ചെയ്യുക എന്നുള്ളതാണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയുടെ മേജർ പർപ്പസ് എന്ന് പറയുന്നത്. ഓക്കെ, and it is the way to evaluate the central value in given data set. ഒരു given data സെറ്റിലെ സെൻട്രൽ വാല്യൂവിനെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അതായത് ഇതിൻ്റെ മിഡിൽ വാല്യൂ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് വരുന്ന മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിലെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇപ്പം ഇത്രയും മനസ്സിലാക്കുക. എന്താണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ഉപയോഗിച്ച് ഒരു സീരീസ് ഓഫ് ഡാറ്റ സെറ്റിൻ്റെ മിഡിൽ വാല്യൂ, അല്ലെങ്കിൽ അതിനെ ഒരു സിംഗിൾ നമ്പർ ഉപയോഗിച്ചിട്ട് നമുക്ക് സമ്മറൈസ് ചെയ്യാൻ, അല്ലെങ്കിൽ ആവറേജ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ആൻഡ് ഇറ്റ് ഡിസ്ക്രൈബ് ഓർ സമ്മറൈസ് ദ ഹോൾ ഡാറ്റ യൂസിങ് ജസ്റ്റ് 1 വാല്യൂ. അത് നമ്മൾ പറഞ്ഞു അല്ലേ, ഈ പറയുന്ന 5 പേരുടെയും ഹൈറ്റിന് എന്താണ്, നമ്മൾ ആവറേജ് 155 ആണ് എന്നുള്ള ഒരു സിംഗിൾ നമ്പർ അല്ലെങ്കിൽ ഒരു സിംഗിൾ വാല്യൂ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ബൈ മീൻസ് ഓഫ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ
tendency and it is a part of descriptive statistics. Descriptive statistics ന്റെ ഒരു പാർട്ട് കൂടിയാണ് measures of central tendency and it represents the middle or center of a given data series. ഒരു ഡാറ്റ സീരീസിന്റെ മിഡിൽ അല്ലെങ്കിൽ സെന്റർ പോർഷനെ ഇത് റെപ്രസെന്റ് ചെയ്യും. അതായത് ഇപ്പം ഇവിടെ ആവറേജ് ഹൈറ്റ് 155 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 5 പേരുടെ ഹൈറ്റ് എന്താ, ചിലപ്പോൾ 155-നേക്കാൾ കൂടുതൽ, ചിലപ്പോൾ 155-നേക്കാൾ കുറവ്. അപ്പം ആ ഒരു എന്താണ്, ആ ഒരു റേഞ്ചിൽ നിൽക്കുന്നു എന്നുള്ള ഒരു ഇൻഫർമേഷൻ ആണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുക അല്ലേ. ഇപ്പം 5 പേരുടെ ആവറേജ് ഹൈറ്റ് 155 ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലരുടെ ഹൈറ്റ് 155, 156, 157 ഒക്കെ ആവാം. ചിലരുടെ എങ്ങനെയായിരിക്കും 153, 152. അപ്പോൾ തൊട്ടു ആ ഒരു റേഞ്ചിലായിട്ടായിരിക്കും കിട്ടുന്നത് എന്നാണിത് മെൻഷൻ ചെയ്യുന്നത് അല്ലേ. അതുകൊണ്ടാണ് പറയുന്നത് ഇറ്റ് റെപ്രസെന്റ് ദ മിഡിൽ ഓർ സെന്റർ ഓഫ് എ ഗിവൺ ഡാറ്റ സീരീസ്. ഒരു ഡാറ്റ സീരീസിന്റെ സെന്റർ അല്ലെങ്കിൽ മിഡിൽ വാല്യൂ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നു. ആൻഡ് ഇറ്റ് ഡസ് നോട്ട് പ്രൊവൈഡ് എനി ഇൻഫർമേഷൻ റിഗാർഡിംഗ് ഇൻഡിവിജ്വൽ ഡാറ്റ പോയിന്റ്സ് വിത്തിൻ എ സീരീസ്. ഇവിടെ എന്തിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ പറയുന്നില്ല, അല്ലെങ്കിൽ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ എന്തിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ ഇല്ല, ഇൻഡിവിജ്വൽ ഡാറ്റ പോയിന്റ്സിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് ഇല്ല. എന്താണ് ഇൻഡിവിജ്വൽ ഡാറ്റ പോയിന്റ്സ്? ഈ 150, 152, 164, 163, 172 ഇതാണ് നമ്മുടെ ഇൻഡിവിജ്വൽ ഡാറ്റ പോയിന്റ്സ് എന്ന് പറയുന്നത്. അതായത് ഓരോ ഡാറ്റ പോയിന്റ്സ്. പക്ഷേ നമ്മൾ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ഉപയോഗിച്ചിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ്, ഈ ഒരു ഇൻഡിവിജ്വൽ ഡാറ്റ പോയിന്റ്സിനല്ല റെലവൻസ്, ഇതിൻ്റെ ഒരു സമ്മറിയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, നമ്മൾ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരുടെ ഹൈറ്റ് ഇത്രയാണ് എന്നല്ല പറയുക, ഈ 5 പേരുടെ ആവറേജ് ഹൈറ്റ് ഇത്രയാണ് എന്നേ പറയുള്ളൂ. അതല്ലാതെ ഈ ഓരോ ഇൻഡിവിജ്വൽ ഡാറ്റ പോയിന്റ്സിനും അവിടെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ നമ്മൾ പറയുന്നുണ്ടായിരിക്കില്ല. ഇത് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ സമ്മറൈസ് ചെയ്യുന്നത്. പക്ഷേ ഇൻഡിവിജ്വൽ ഡാറ്റ പോയിന്റ്സിനല്ല നമ്മൾ അവിടെ റെലവൻസ് കൊടുക്കുന്നത്, ഇതിൻ്റെ സമ്മറിക്കാണ് നമ്മൾ റെലവൻസ് കൊടുക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് എന്താണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്നുള്ളതിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ എന്താണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി? ഇറ്റ് ഈസ് എ മെത്തേഡ് ഫോർ ഐഡന്റിഫൈയിങ് ആവറേജ്. ഒരു സീരീസ് ഓഫ് ഡാറ്റാസിൻ്റെ അല്ലെങ്കിൽ ഒരു ഡാറ്റ സെറ്റിൻ്റെ ആവറേജ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ആവറേജ് കണ്ടുപിടിക്കുന്നത്? ഒരു സിംഗിൾ വാല്യൂ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു ഡാറ്റ സെറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ 5 പേരുടെ ഹൈറ്റ് പറയുന്നതിനേക്കാളും നമുക്ക് എന്താണ് കുറച്ചും കൂടിയും ഈസി ആയിട്ട് ആ ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കപ്പോഴാണ് 5 പേരുടെ ആവറേജ് ഹൈറ്റ് എത്രയാണെന്ന് പറയുമ്പോഴാണ്. അപ്പോൾ ആവറേജ് ഹൈറ്റ് ഇത്രയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഊഹിക്കാൻ പറ്റുമല്ലേ. ഓക്കെ, അപ്പോൾ 155 പറയുമ്പോൾ ഏകദേശം എല്ലാവരും എന്താണ് ആ ഒരു റേഞ്ചിൽ ഹൈറ്റ് ഉള്ളവരാണ് എന്നുള്ള ഒരു കൺക്ലൂഷനാണ് അതിൽ നിന്ന് കിട്ടുന്നത്. അപ്പം ഇത്തരത്തിൽ നമ്പർ ഓഫ് ഐറ്റംസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ അതിനെ സമ്മറൈസ് ചെയ്ത് പറയാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ദെൻ നീഡ് ഓഫ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. എന്താണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയുടെ നീഡ് അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യം? ഈസി. ഫസ്റ്റ് അതിൻ്റെ നീഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് കാൽക്കുലേറ്റ്. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനും മനസ്സിലാക്കാനും എന്താണ് ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എന്താണ്, ആവറേജ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണല്ലേ. അതുപോലെ തന്നെ എല്ലാവരും ഫെമിലിയർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം നമുക്ക് പെട്ടെന്ന് ആ ഒരു കോൺസെപ്റ്റിനെ ഗ്രാസ്പ് ചെയ്യാനായിട്ട് വളരെ യൂസ്ഫുൾ ആണ്. ദെൻ സമ്മറൈസിങ് ഡാറ്റ. ഒരു നമ്പർ ഓഫ് ഐറ്റംസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ അതിനെ ഒരു സമ്മറൈസ് ചെയ്ത് പറയാനായിട്ട്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 5 പേരുടെ ഹൈറ്റ് നമുക്ക് അല്ലെങ്കിൽ 10, 10 പേരുണ്ടെന്ന് വിചാരിക്കാം. ഈ 10 ആളുടെ ഹൈറ്റ് പറഞ്ഞ് അത് ഓർത്ത് വെക്കുന്നതിനേക്കാളും നമുക്ക് ഈസിയാണ് അല്ലേ. ഈ 10 പേരുടെ ഹൈറ്റിൻ്റെ ആവറേജ് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊരു കൺക്ലൂഷൻ ഡ്രോ ചെയ്യാനായിട്ട് കുറച്ചും കൂടി ഈസിയാണ് അല്ലേ. അപ്പോൾ സമ്മറൈസ് ചെയ്യുക. ഒരുപാട് ഡാറ്റ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരുപാട് നമ്പേഴ്സ് വരുന്നുണ്ട് അല്ലെങ്കിൽ ഒരുപാട് ഐറ്റംസ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു സീരീസ് ആണെന്നുണ്ടെങ്കിൽ അതിനെ സമ്മറൈസ് ചെയ്ത് പറയുമ്പോഴായിരിക്കും ഡിസിഷൻ മേക്കിംഗ് കുറച്ചും കൂടി ഈസി ആവുന്നത്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയുടെ നീഡ് എന്ന് പറയുന്നത് എന്താണ്? സമ്മറൈസിങ് ഡാറ്റ. ഇറ്റ് ഹെൽപ്സ് ടു സമ്മറൈസ് ഡാറ്റ. അപ്പോൾ ഒരു എന്താ പറയുക, ലോങ് ആയിട്ടുള്ള ഒരു ഡാറ്റ സെറ്റോ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു സിംഗിൾ വാല്യൂ ഉപയോഗിച്ചുകൊണ്ട് അതിനെ സമ്മറൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അത് ഈസി ആയിട്ട് ഇന്റർപ്രറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ മേക്കിംഗ് കമ്പാരിസൺ ചെയ്യാനായിട്ട് ഹെൽപ്ഫുൾ ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ക്ലാസ്സിൽ ഇപ്പോൾ 10A എന്ന് പറയുന്ന ക്ലാസ്സിൽ 50 സ്റ്റുഡൻസ് ഉണ്ട് എന്ന് വിചാരിക്കുക. ഓക്കെ, 10A എന്ന് പറയുന്ന ക്ലാസ്സിൽ 50 സ്റ്റുഡൻസ് ഉണ്ട്. ഇവരുടെ ഫസ്റ്റ് മിഡ് ടേം എക്സാം കഴിഞ്ഞു. ഓക്കെ,
ഫസ്റ്റ് മിഡ് ടേം എക്സാം കഴിഞ്ഞു. സപ്പോസ് ഈ 50 പേരുടെ മാർക്കിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് 72.5 ആണെന്ന് വിചാരിക്കാം. എക്സാമ്പിളായിട്ട് പറയുന്നതാണ് കേട്ടോ. അപ്പോൾ 10A എന്ന് പറയുന്ന ക്ലാസ്സിൽ 50 കുട്ടികളുണ്ട്. അപ്പോൾ 50 കുട്ടികളുടെ മാർക്കിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് 72.5 ആണെന്ന് വിചാരിക്കുക. അപ്പം ഇതെന്താണ് മീൻ ചെയ്യുന്നത്? 50 കുട്ടികൾക്കും ഏകദേശം എന്താണ് 72 മാർക്ക്, 100-ൽ 72 അല്ലെങ്കിൽ 72നോട് ചേർന്നിട്ടുള്ള അടുത്ത് കിടക്കുന്ന മാർക്കുകളാണ് കിട്ടിയിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലായി അല്ലേ? ഇനി സെക്കൻഡ് മിഡ് ടേം നോക്കുക. ഓക്കെ, അപ്പോൾ സെക്കൻഡ് മിഡ് ടേം എക്സാം കഴിഞ്ഞു, അതിൻ്റെ റിസൾട്ട് കിട്ടി. ഇവിടെ ആവറേജ് 52 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ 52.6 ഒക്കെ ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടെ എന്താണ് മീൻ ചെയ്യുന്നത്? സെക്കൻഡ് മിഡ് ടേം എക്സാമിൽ ഈ 50 സ്റ്റുഡൻസിൻ്റെ മാർക്കിൻ്റെ ആവറേജ് 52.6 ആണ്. അതായത് കുട്ടികളുടെ മാർക്ക് ഏതിനോട് അടുത്ത് കിടക്കുന്നു? ഈ 52 എന്ന് പറയുന്ന ഒരു ഫിഗറിനോട് സിമിലർ ആയിട്ട് അല്ലെങ്കിൽ അതിന് തൊട്ടടുത്ത് കിടക്കുന്ന രീതിയിലാണ് കുട്ടികൾക്ക് മാർക്ക് വന്നിരിക്കുന്നത്. ഇതല്ലേ ഇതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. അപ്പം നമുക്ക് ഇന്ന് എന്തുകൂടി മനസ്സിലാക്കാം? സെക്കൻഡ് മിഡ് ടേം വന്ന സമയത്ത് കുട്ടികളുടെ പെർഫോമൻസ് കുറവായിരുന്നു എന്നുള്ള ഒരു കാര്യം കൂടി ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ? ഇപ്പം ഇതിന് പകരം നമ്മൾ 50 പേരുടെയും മാർക്കുകളാണ് നമുക്ക് അറിയാമെന്ന് വിചാരിക്കുക. അപ്പം 50 പേരിൽ ചിലവർക്ക് 74, 73, 72, 61 ഈ ഒരു റേഞ്ചിലുണ്ടായിരിക്കാം. ഇവിടെ എങ്ങനെയായിരിക്കും? ചിലപ്പോൾ 54, ചിലർക്ക് 74 ഉണ്ടാവും, ചിലവർക്ക് 42 ഉണ്ടാവും. ഇങ്ങനെ 50 പേരുടെ ഇൻഫർമേഷൻ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്താണ്, നമുക്കൊരു കമ്പാരിസൺ നടത്താനോ അല്ലെങ്കിൽ അതിൽ നിന്ന് ഒരു ഫൈൻഡിങ്സിലേക്ക് എത്താനോ ഡിഫിക്കൽട്ടാണ് അല്ലേ? 50 മാർക്കും നമ്മൾ നോക്കിയിട്ട് ഓക്കെ ഇന്നതിൽ ഇന്നാൾക്ക് കുറവ് ഇന്നാൾക്ക് കൂടുതൽ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ കുറച്ചുകൂടി ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ നമ്മൾ അതിൻ്റെ ഒരു ആവറേജ് അല്ലെങ്കിൽ നമ്മൾ അതിനെ സമ്മറൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് ആ ഒരു കോൺസെപ്റ്റിനെ മനസ്സിലാക്കാനും കുറച്ചും കൂടി ഈസി ആയിട്ട് കമ്പയർ ചെയ്യാനും നമുക്കൊരു ഫൈനൽ ഡിസിഷൻ എടുക്കാനും സാധിക്കും. അപ്പോൾ ഫസ്റ്റ് കേസിൽ ആവറേജ് 72.5 ഉണ്ടായിരുന്നു ഫസ്റ്റ് മിഡ് ടേമിൽ. സെക്കൻഡ് മിഡ് ടേമിലേക്ക് വന്നപ്പോൾ അത് 52.6 ആയി. അപ്പോൾ 50 കുട്ടികളുടെ മാർക്കിൻ്റെ ആവറേജ് ആണ്. അപ്പോൾ ആദ്യം 72.5 ഉണ്ടായിരുന്ന ആവറേജ് സ്കോറ് രണ്ടാമത്തെ പ്രാവശ്യമായിരിക്കും 52.6 ആയി എന്നുണ്ടെങ്കിൽ കുട്ടികളുടെ പെർഫോമൻസിൽ വളരെ എന്തോ ഒരു പ്രശ്നം വന്നിട്ടുണ്ട് അല്ലേ? എന്തോ കാരണങ്ങൾ കൊണ്ട് അവർക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിച്ചില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ കമ്പയർ ചെയ്തുകൊണ്ട് ഈ ഒരു മാർക്കിൽ വന്നിട്ടുള്ള പ്രശ്നം എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും അത് സോൾവ് ചെയ്യാനും സാധിക്കും അല്ലേ? ഈസി ആയിട്ട് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ സമ്മറൈസ് ചെയ്യുന്നത് വഴിയാണ് നമുക്ക് പെട്ടെന്നുള്ള ആ ഒരു ക്വിക്ക് ഡിസിഷൻ എടുക്കാനായിട്ട് അല്ലെങ്കിൽ കമ്പയർ ചെയ്യാനായിട്ട് കുറച്ചും കൂടി സാധിക്കുന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ എന്താണ് മേക്കിംഗ് കമ്പാരിസൺ? ഇറ്റ് സിംപ്ലിഫൈസ് കമ്പാരിസൺ ബിറ്റ്വീൻ 2 ഡാറ്റ സെറ്റ്. 2 ഡാറ്റ സെറ്റിനെ കമ്പയർ ചെയ്യാൻ ഈസി ആയിട്ട് കമ്പയർ ചെയ്യാനായിട്ട് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ഹെൽപ്പ് ചെയ്യുന്നു. കാര്യം എന്തുകൊണ്ടാണ്? ഒരു സിംഗിൾ ഡാറ്റ അല്ലെങ്കിൽ ഒരു സിംഗിൾ വാല്യൂ ഉപയോഗിച്ചുകൊണ്ട് എൻറ്റയർ ഡാറ്റ സെറ്റിനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ 52.6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 കുട്ടികളുടെ മാർക്കിൻ്റെയും ആവറേജ് ആണ്. 72.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാലും 50 കുട്ടികളുടെ മാർക്കിൻ്റെ ആവറേജ് ആണ്. ഡിഫറെൻറ്റ് ടൈമിൽ അവർക്ക് കിട്ടിയത്. അപ്പം ഇതിനെ നമുക്ക് കമ്പയർ ചെയ്ത് എന്തുകൊണ്ടാണ് മാർക്കിൽ കുറവ് വന്നത് എന്നുള്ളൊരു കാര്യം ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ഡിസിഷൻ മേക്കിംഗ്, അതിൻ്റെ ബേസിസിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഡിസിഷൻ എടുക്കാനായിട്ട്, എന്തുകൊണ്ട് മാർക്ക് കുറഞ്ഞു എന്നുള്ള ആ ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കണോ? എന്തൊക്കെയാണ് ഇതിന് നീഡ്? ഒന്നാമത് ഇത് ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആണ് ആൻഡ് ഈസി ടു കാൽക്കുലേറ്റ് ആണ്. എങ്ങനെയാണ് കാൽക്കുലേഷൻ എന്നുള്ളതൊക്കെ നമുക്ക് വരും കേട്ടോ. അപ്പോൾ ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആണ് ആൻഡ് ഈസി ടു കാൽക്കുലേറ്റ് ആണ്. അതേപോലെ തന്നെ ലോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലാർജ് ആയിട്ടുള്ള ഡാറ്റ സെറ്റിനെ സമ്മറൈസ് ചെയ്ത് പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യുന്ന രീതിയിലേക്ക് സമ്മറൈസ് ചെയ്യാനായിട്ട് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. 2 ഡാറ്റ സെറ്റുകളെ തമ്മിൽ കമ്പയർ ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആ കമ്പാരിസന്റെ ബേസിസിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കാനായിട്ടും മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കണം. അപ്പോൾ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആവറേജ് ആണ് നമ്മളിവിടെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. എന്തിനാണ് ആവറേജ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? ഒരു സിംഗിൾ വാല്യൂ ഉപയോഗിച്ചുകൊണ്ട് എൻറ്റയർ ഡാറ്റ സെറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, ദെൻ വി ഹാവ് ടൈപ്സ് ഓഫ് ആവറേജ് അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആവറേജസ് അല്ലെങ്കിൽ സെൻട്രൽ ടെൻഡൻസി വരുന്നുണ്ട്. അതിനെ ബേസിക്കലി 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാണ്? മാത്തമാറ്റിക്കൽ ആവറേജും പൊസിഷണൽ ആവറേജും.
ഓക്കെ, അപ്പോൾ ആവറേജസിന് അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് ആവറേജസ് എന്ന് പറയുന്നത് രണ്ടെണ്ണമാണ് മെയിൻ ആയിട്ടുള്ളത്. ഒന്ന് മാത്തമാറ്റിക്കൽ ആവറേജും പിന്നൊന്ന് പൊസിഷണൽ ആവറേജും. മാത്തമാറ്റിക്കൽ ആവറേജിൽ നമുക്ക് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന മൂന്നെണ്ണമാണ് അരിത്തമെറ്റിക് മീന്, ജോമെട്രിക് മീന്, ഹാർമോണിക് മീന്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ്? അരിത്തമെറ്റിക് മീന്, ജോമെട്രിക് മീന്, ഹാർമോണിക് മീന്. ദെൻ പൊസിഷണൽ ആവറേജിൽ നമുക്ക് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് മീഡിയൻ മോഡ്. പൊസിഷണൽ ആവറേജിൽ ഏറ്റവും ഫേമസ് ആയിട്ട് വരുന്ന സെൻട്രൽ ടെൻഡൻസിയിൽ വരുന്നതാണ് മീഡിയൻ ആൻഡ് മോഡ്. ഇത് കൂടാതെ നമുക്ക് ക്വാർട്ടൈൽസ്, പെർസെൻറ്റൈല്, ഇതെല്ലാം എന്തിൻ്റെ ഭാഗമാണ്? പൊസിഷണൽ ആവറേജിൻ്റെ ഭാഗമാണ്. പക്ഷേ മോസ്റ്റ് ഫേമസ് എന്ന് പറയുന്നത് മീഡിയനും മോഡുമാണ്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇത് രണ്ടും ഇവിടെ കവർ ചെയ്യുന്നത്. ആൻഡ് മാത്തമാറ്റിക്കൽ ആവറേജിലാണെങ്കിൽ മെയിൻ ആയിട്ട് വരുന്നത് മീന്, അരിത്തമെറ്റിക് മീന്, ജോമെട്രിക് മീന്, ഹാർമോണിക് മീന്. ഓക്കെ, ഇപ്പം ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇമ്പോർട്ടൻ്റ് ആണ് ഏതൊക്കെയാണ് പൊസിഷണൽ ആവറേജ്, ഏതൊക്കെയാണ് മാത്തമാറ്റിക്കൽ ആവറേജ് എന്നുള്ളത്. അരിത്തമെറ്റിക് മീനും ജോമെട്രിക് മീനും ഹാർമോണിക് മീനുമാണ് മാത്തമാറ്റിക്കൽ ആവറേജ് ആയിട്ട് വരുന്നത്. നമുക്ക് അതൊരു ഫോർമുല ഉപയോഗിച്ചിട്ട് വേണം കമ്പ്യൂട്ട് ചെയ്യാനായിട്ട്. അതേസമയം പൊസിഷൻ ഉപയോഗിച്ച് അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് ചെയ്യുമ്പോൾ, എക്സാമ്പിൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. പൊസിഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നതിനെയാണ് നമ്മൾ പൊസിഷണൽ ആവറേജസ് എന്ന് പറയുന്നത്. മീഡിയനും മോഡും നമുക്ക് ഇത്തരത്തിൽ പൊസിഷൻ യൂസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ പൊസിഷൻ വെച്ചിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇതിനെ പൊസിഷണൽ ആവറേജസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ടോപ്പിക്ക് അരിത്തമെറ്റിക് ആവറേജ് ഓർ മീൻ. അപ്പോൾ നമ്മൾ മാത്തമാറ്റിക്കൽ ആവറേജും പൊസിഷണൽ ആവറേജുകളും ഏതാണെന്ന് കണ്ടു. ഇനിയിപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഓരോന്നും എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ്, എങ്ങനെയാണ് അതിൻ്റെ കാൽക്കുലേഷൻ തുടങ്ങിയ കാര്യങ്ങളാണ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ ദ ഫസ്റ്റ് വൺ ഈസ് അരിത്തമെറ്റിക് ആവറേജ് അല്ലെങ്കിൽ അരിത്തമെറ്റിക് മീൻ. ഇറ്റ് ഈസ് ദ മോസ്റ്റ് പോപ്പുലർ ഓഫ് ഓൾ ആവറേജസ്. എല്ലാ ആവറേജസിലെയും ഏറ്റവും പോപ്പുലർ ആയിട്ട് വരുന്നതാണ് അരിത്തമെറ്റിക് മീൻ അല്ലെങ്കിൽ അരിത്തമെറ്റിക് ആവറേജ് എന്ന് പറയുന്നത്. ഫോർ എ കോമൺ മാൻ ആവറേജ് മീൻസ് അരിത്തമെറ്റിക് മീൻ. ഇപ്പോൾ എന്താ പറയുക, ഒരു ലെയ്മാനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു കോമൺ മാൻ, അതായത് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഇത്ര ടൈപ്പ് ഓഫ് മീൻസ് ഉണ്ട്, ആവറേജ് ഉണ്ട്, അതൊന്നും അറിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്കതെന്താണ്? അരിത്തമെറ്റിക് മീൻ ആണ്. നമ്മൾ ബേസിക് ആയിട്ടുള്ള ആവറേജ് കമ്പ്യൂട്ടേഷൻ ആണ് ഈ ഒരു അരിത്തമെറ്റിക് മീനിൽ വരുന്നത്. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇത് ഏറ്റവും ഫേമസ് ആണ് അല്ലെങ്കിൽ പോപ്പുലർ ആയിട്ടുള്ള ഒരു ആവറേജ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നതും. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇത് പോപ്പുലർ ആയെന്നുള്ളത്. ഇറ്റ് ഈസ് ദ വാല്യൂ ഒബ്റ്റെയിൻഡ് ബൈ ആഡിങ് ടുഗെദർ all the items and by dividing the total number of items. എങ്ങനെയാണ് നമ്മൾ അരിത്തമെറ്റിക് മീൻ അല്ലെങ്കിൽ അരിത്തമെറ്റിക് ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ദ വാല്യൂ ഒബ്റ്റെയിൻഡ് ബൈ ആഡിങ് ടുഗദർ ഓൾ ദി ഐറ്റം. ഒരു ഡാറ്റ സെറ്റിൽ എത്ര ഐറ്റംസ് ഉണ്ടോ ആ ഐറ്റംസിനെ എല്ലാം ആഡ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ 10 ഐറ്റംസ് ഉണ്ടെങ്കിൽ ആ 10 ഐറ്റത്തിൻ്റെയും സമ്മാണ് നമ്മൾ എടുക്കുന്നത്. ആൻഡ് ഡിവൈഡിങ് ബൈ ദി ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റം. ആ ഒരു സം വാല്യൂവിനെ ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ് ഉപയോഗിച്ച് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, എക്സാമ്പിൾ പറയാം. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു എക്സാമ്പിൾ തന്നെ എടുക്കാം. ഇപ്പോൾ ഹൈറ്റ്. ഓക്കെ, 5 പേരുടെ ഹൈറ്റ് നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ 152, 163, 172, 164, 166. ഈ ഒരു രീതിയിൽ 5 പേരുടെ ഹൈറ്റ്സ് നമുക്ക് അവൈലബിൾ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിൽ നിന്ന് ആവറേജ് അല്ലെങ്കിൽ അരിത്തമെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ തന്നിട്ടുള്ള ഡാറ്റ സെറ്റിൻ്റെ മുഴുവൻ സമ്മറി എടുക്കണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അതായത് 152 പ്ലസ് 163 പ്ലസ് 172 പ്ലസ് 164 പ്ലസ് 166. അപ്പോൾ എത്ര നമുക്ക് നമ്പർ ഓഫ് ഐറ്റംസ് തന്നിട്ടുണ്ടോ അതിൻ്റെ എല്ലാം സമ്മറി ഐഡൻറ്റിഫൈ ചെയ്യുക, അല്ലെങ്കിൽ സമ്മറി അല്ല സമ്മ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റേജ്. അതാണ് ഇറ്റ് ഈസ് ദ വാല്യൂ ഒബ്റ്റെയിൻഡ് ബൈ ആഡിങ് ടുഗദർ ഓൾ ദി ഐറ്റംസ്. എത്ര ഐറ്റംസ് ഉണ്ടോ അതിനെ ആഡ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? 152നെയും 163നെയും 172നെയും 164നെയും 166നെയും ആഡ് ചെയ്യുന്നു. ആൻഡ് ഡിവൈഡിങ് ബൈ ദി ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റം. ഇതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു?
ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ് എത്രയാണ്? 1 2 3 4 5 അല്ലെ? 5 നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ്. അപ്പോൾ ഈ സമ്മിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ എത്രയാണ് നമുക്ക് ആൻസർ വരിക നോക്കാം. 152 പ്ലസ് 163 പ്ലസ് 172 പ്ലസ് 164 പ്ലസ് 166 ഡിവൈഡഡ് ബൈ 5 163.4. ഓക്കെ, അപ്പോൾ 163.4 ആണ് നമുക്ക് ആൻസർ കിട്ടുക. ഇതാണ് നമ്മുടെ അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു 163.4 എന്ന് പറയുമ്പോൾ എന്താണ് അത് മീൻ ചെയ്യുന്നത്? ഈ 5 പേരുടെ ഹൈറ്റിൻ്റെ ആവറേജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ സെൻട്രൽ വാല്യൂ എന്ന് പറയുന്നത് 163.4 അതായത് ചിലരുടെ ഹൈറ്റ് ഈ 163.4 കുറവായിരിക്കാം, ചിലരുടെ കൂടുതലായിരിക്കാം. പക്ഷെ ഏകദേശം എന്താണ്, ഈ ഒരു റേഞ്ചിലാണ് ഹൈറ്റ് വരുന്നത് എന്നുള്ള ആ ഒരു കാര്യമാണ് ഇതിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ആവറേജ് ഐഡന്റിഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ കൈൻഡ് ഓഫ് ആവറേജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അരിത്തമെറ്റിക് മീൻ അല്ലെങ്കിൽ അരിത്തമെറ്റിക് ആവറേജ് എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് പോപ്പുലർ അല്ലെങ്കിൽ കോമൺ ആവുന്നത്? കാരണം ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അല്ലേ. എത്ര ഡാറ്റ ഐറ്റംസ് ഉണ്ടോ അതിൻ്റെ ടോട്ടൽ എടുക്കുന്നു, അതേ ഡിവൈഡഡ് ബൈ അതിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് 5 ഡാറ്റാ സെറ്റ് തന്നിട്ടുണ്ട്. ആ 5 ഡാറ്റാ സെറ്റിൻ്റെ സം ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഓരോ ഐറ്റത്തിനെയും ആഡ് ചെയ്തുകൊണ്ട് സമ്മ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ദെൻ ഡിവൈഡഡ് ബൈ ദി ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ്. എത്ര ഐറ്റംസിനെയാണോ നമ്മൾ ആഡ് ചെയ്തത് അതിൻ്റെ ടോട്ടൽ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ദെൻ വി വിൽ ഗെറ്റ് അരിത്തമെറ്റിക് ആവറേജ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കമ്പ്യൂട്ടേഷൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇതിൻ്റെ എക്സാമ്പിളൊക്കെ ചെയ്യൂ കേട്ടോ. ഓക്കെ, അരിത്തമെറ്റിക് മീൻ കാൽക്കുലേറ്റഡ് ഫോർ അൺഗ്രൂപ്പ്ഡ് ഡാറ്റ ആൻഡ് ഗ്രൂപ്പ്ഡ് ഡാറ്റ. അപ്പോൾ നമുക്ക് എന്താണ് ഗ്രൂപ്പ്ഡ് ഡാറ്റയ്ക്ക് വേണ്ടിയിട്ടും അൺഗ്രൂപ്പ്ഡ് ഡാറ്റയ്ക്ക് വേണ്ടിയിട്ടും അരിത്തമെറ്റിക്കൽ മീന് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ എന്താണ് ഗ്രൂപ്പ്ഡ്, എന്താണ് അൺഗ്രൂപ്പ്ഡ് നമുക്ക് നോക്കാം. അരിത്തമെറ്റിക് മീൻ ഫോർ അൺഗ്രൂപ്പ്ഡ് ഡാറ്റ മീൻസ് ഇൻഡിവിജ്വൽ സീരീസ്. ഓക്കെ, അപ്പോൾ അരിത്തമെറ്റിക് മീന് നമുക്ക് ഗ്രൂപ്പ്ഡ് ഡാറ്റയ്ക്ക് വേണ്ടിയിട്ടും അൺഗ്രൂപ്പ്ഡ് ഡാറ്റയ്ക്ക് വേണ്ടിയിട്ടും കമ്പ്യൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. ഇനി എന്താണ് അൺഗ്രൂപ്പ്ഡ് ഡാറ്റ? അൺഗ്രൂപ്പ്ഡ് ഡാറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ സീരീസിനെയാണ് നമ്മൾ അൺഗ്രൂപ്പ്ഡ് ഡാറ്റ എന്ന് പറയുന്നത്. ഓക്കെ, ഇൻഡിവിജ്വൽ സീരീസിനെയാണ് നമ്മൾ അൺഗ്രൂപ്പ്ഡ് ഡാറ്റ എന്ന് പറയുന്നത്. എന്താണ് ഇൻഡിവിജ്വൽ സീരീസ്? എ സ്റ്റാറ്റിസ്റ്റിക്കൽ സീരീസ് വേർ ദ വാല്യൂ ഓർ വേർ ദ ഒബ്സർവേഷൻ അപ്പിയേഴ്സ് ഓൺലി വൺസ്. എന്നാണ് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ സീരീസിൽ അതിലെ ഓരോ ഒബ്സർവേഷൻ്റെയും ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഒന്നായിരിക്കും. അതല്ലെങ്കിൽ ഓരോ ഒബ്സർവേഷനും ഒരു തവണ മാത്രം അപ്പിയർ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഏജ്. ഓക്കെ, ഒരു 5 വ്യക്തികളുടെ ഏജ് എന്ന് പറയുന്ന ഒരു ഡാറ്റ സെറ്റ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ സപ്പോസ് അവരുടെ ഏജ് 24, 22, 21, 26. ഓക്കെ, ഒരെണ്ണം കൂടി വേണമല്ലേ, 28. ഓക്കെ, അപ്പോൾ 5 പേരുടെ ഏജിൻ്റെ ഒരു ഡാറ്റ സെറ്റ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് 24, 22, 21, 26, 28 ഈ ഒരു ഇൻഫർമേഷനാണ് തന്നിട്ടുള്ളതെന്ന് വിചാരിക്കുക. ഇതിനെയാണ് നമ്മൾ ഇൻഡിവിജ്വൽ സീരീസ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇത് ഇൻഡിവിജ്വൽ സീരീസ് ആവുന്നത്? കാരണം ഇവിടെ ഒരു ഐറ്റം പോലും റിപ്പീറ്റഡ് ആയിട്ട് വരുന്നില്ല. ഓക്കെ, ഇവിടെ ഒരു ഐറ്റം പോലും എന്ത് ചെയ്യുന്നില്ല, 2 പ്രാവശ്യം അപ്പിയർ ചെയ്യുന്നില്ല. എന്താണ്, സിംഗിൾ വൺസ് മാത്രമാണ് ഓരോ ഐറ്റവും അപ്പിയർ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ടാണ് ഇതിന് എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത്, ഇൻഡിവിജ്വൽ സീരീസ് എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാം ഈ പറയുന്ന 5 ഡാറ്റാ സെറ്റിൻ്റെയും ഇൻഡിവിജ്വൽ ഡാറ്റാ പോയിന്റ്സിൻ്റെയും ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1 ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 1 എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പ്രാവശ്യം മാത്രമാണ് അവർ ആ ഒരു ഡാറ്റാ സെറ്റിൽ അപ്പിയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം അത്തരം ഇൻഫർമേഷൻ അല്ലെങ്കിൽ അത്തരം ഡാറ്റേനെയാണ് നമ്മൾ അൺഗ്രൂപ്പ്ഡ് ഡാറ്റ എന്ന് പറയുന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അൺഗ്രൂപ്പ്ഡ് ഡാറ്റ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇൻഡിവിജ്വൽ സീരീസിനാണ്. ഇൻഡിവിജ്വൽ സീരീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിലെ ഓരോ ഇൻഡിവിജ്വൽ ഡാറ്റ പോയിന്റ്സും സിംഗിൾ വൺസ് മാത്രം അപ്പിയർ ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ ഓരോ ഇൻഡിവിജ്വൽ ഡാറ്റ പോയിന്റ്സിൻ്റെയും ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഒരു പ്രാവശ്യം മാത്രമേ അത് ആ ഒരു ഡാറ്റ സെറ്റിൽ അപ്പിയർ ചെയ്യുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഇൻഡിവിജ്വൽ ഡാറ്റ സീരീസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. ദെൻ അരിത്തമാറ്റിക് മീൻ ഫോർ ഗ്രൂപ്പ്ഡ് ഡാറ്റ.
ഇനി അരിത്തമാറ്റിക് മീൻ ക്യാൻ ബി കാൽക്കുലേറ്റഡ് ഫോർ ഗ്രൂപ്പ്ഡ് ഡാറ്റ എന്ന് പറയുന്നുണ്ട്. എന്താണ് ഗ്രൂപ്പ്ഡ് ഡാറ്റ? ഡിസ്ക്രീറ്റ് ആൻഡ് കണ്ടിന്യൂസ് സീരീസിനെയാണ് നമ്മൾ ഗ്രൂപ്പ്ഡ് ഡാറ്റ എന്ന് പറയുന്നത്. ഓക്കെ, ഡിസ്ക്രീറ്റ് സീരീസിനെയും കണ്ടിന്യൂസ് സീരീസിനെയും രണ്ടിനെയും നമ്മൾ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്? ഗ്രൂപ്പ്ഡ് ഡാറ്റ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇനി എന്താണ് ഡിസ്ക്രീറ്റ് സീരീസിൽ വരുമ്പോൾ? ഡിസ്ക്രീറ്റ് സീരീസിൽ വരുമ്പോൾ വി വിൽ ഹാവ് ഫ്രീക്വൻസി. എന്തുണ്ടായിരിക്കും? നമുക്ക് ഫ്രീക്വൻസി ഉണ്ടായിരിക്കും. അതായത് ഡാറ്റ സെറ്റിലെ ഓരോ ഇൻഡിവിജ്വൽ ഡാറ്റ പോയിന്റ്സും മേ ബി മോർ ദാൻ വൺസ് അപ്പിയർ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇൻഡിവിജ്വൽ സീരീസിൽ ഒരു പ്രാവശ്യമേ അപ്പിയർ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ ഡിസ്ക്രീറ്റ് സീരീസിൽ വരുമ്പോൾ എങ്ങനെയായിരിക്കും? മോർ ദാൻ വൺസ് ചിലപ്പോൾ അപ്പിയർ ചെയ്യും. അതായത് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഒന്നായിരിക്കണം എന്നില്ല, ചിലപ്പോൾ അതിൽ കൂടുതലാകാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഏജ് തന്നെ, ഏജ് എന്ന് പറയുന്ന ആ ഒരു കാര്യം തന്നെ എടുക്കാം. ഇപ്പോൾ 24, 26, 27. ഓക്കെ, ഈ 3 ഏജ് കാറ്റഗറിയിൽ വരുന്ന 10 പേരാണ് നമുക്കുള്ളതെന്ന് വിചാരിക്കാം. ഓക്കെ, 10 പേരുടെ ഏജ് ആണ്. പക്ഷേ 10 പേരുടെയും ഏജ് എന്താണ്? 24, 26, 27. ഈ 3 ഡാറ്റ സെറ്റിലായിട്ടാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ മേ ബി 24 വയസ്സ് വരുന്ന 4 ആളുകളുണ്ട്, 26 വയസ്സ് വരുന്ന 5 ആളും 27 വയസ്സ് വരുന്ന ഒരാളുമാണ് ഉള്ളതെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് പറയുന്നത്? ഒരു ഡാറ്റ സെറ്റിലെ ഏജസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. 3 സെറ്റാണ്, അല്ലെങ്കിൽ 3 ഇൻഡിവിജ്വൽ പോയിന്റ്സ് ആണ് ഇവിടെ ഉള്ളത്. 24, 26, 27. പക്ഷെ 24 ഏജ് വരുന്ന 4 ആളുകളുണ്ട്, 26 ഏജ് വരുന്ന 5 ആളും 27 ഏജ് വരുന്ന ഒരാളും ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താണ്? 24 എന്ന് പറയുന്ന ആ ഒരു ഏജ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? അതായത് ഒരാൾക്ക് മാത്രമല്ല 4 പേർക്ക് ആ ഒരു സെയിം ഏജ് വരുന്നുണ്ട്. അപ്പം അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്രീക്വൻസി. എത്ര നമ്പർ ഓഫ് പേഴ്സൺസിന് ആ ഒരു സെയിം ഡാറ്റ വരുന്നുണ്ട്, അല്ലെങ്കിൽ എത്ര നമ്പർ ഓഫ് ആളുകൾക്ക് 24 എന്ന് പറയുന്ന ആ ഒരു ഏജ് വരുന്നുണ്ട്, അല്ലെങ്കിൽ 26 എന്ന് പറയുന്ന ഒരു ഏജ് വരുന്നുണ്ട്, 27 എന്ന് പറയുന്ന ഒരു ഏജ് വരുന്നുണ്ട്. അപ്പോൾ സപ്പോസ് ഇവിടെ 24 ഏജ് വരുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ, 26 ഏജ് വരുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ, 27 ഏജ് വരുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അത് ഇൻഡിവിജ്വൽ സീരീസ് ആവും. അപ്പം അതിന് പകരം ഫ്രീക്വൻസി മോർ ദാൻ 1 വരികയാണ് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസ്ക്രീറ്റ് സീരീസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കണം. അപ്പോൾ ഇൻഡിവിജ്വൽ സീരീസിനെയും ഡിസ്ക്രീറ്റ് സീരീസിനെയും എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാന്നുള്ളത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഡിസ്ക്രീറ്റ് സീരീസിൽ വരുമ്പോഴാണ് നമുക്ക് എന്തുണ്ടായിരിക്കുക? ഫ്രീക്വൻസി ഉണ്ടായിരിക്കുക. അതായത് മോർ ദാൻ വൺസ് ആ ഒരു ഡാറ്റ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു സിംഗിൾ ഒബ്സർവേഷൻ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ കണ്ടിന്യൂസ് സീരീസ്. കണ്ടിന്യൂസ് സീരീസിൽ വരുമ്പോൾ വരുന്ന ഒരു മേജർ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ക്ലാസ് ഇൻ്റർവെൽ ഉണ്ടായിരിക്കും. ഓക്കെ, ക്ലാസ് ഇൻ്റർവെല്ല് ഉണ്ടായിരിക്കും. എക്സാമ്പിൾ നമുക്ക് പറയാം, ഇപ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും. ഇപ്പോൾ 0 to 10, 10 to 20, 20 to 30, 30 to 40, 5, 6, 9, 3. ഇങ്ങനെ ഒരു ഡാറ്റ സെറ്റാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കണ്ടിന്യൂസ് സീരീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ ക്ലാസ് ഇൻ്റർവെൽ ഉണ്ട്, അല്ലെങ്കിൽ റേഞ്ച് ഉണ്ട്. മേ ബി 0 മുതൽ 10 വയസ്സിൻ്റെ ഉള്ളിൽ വരുന്ന 5 ആളുകൾ. അപ്പോൾ നമുക്ക് അറിയില്ല 5 പേരുടെയും ഏജ് എത്ര വരെ ആവാം. ഒന്നല്ലെങ്കിൽ 0 ആവാം, അല്ലെങ്കിൽ 10 ആകാം, അല്ലെങ്കിൽ അതിൻ്റെ ഇടയിലുള്ള നമ്പർ ആകാം. അപ്പോൾ ആ ഒരു ഇൻ ബിറ്റ്വീൻ ഹയർ വാല്യൂവിൻ്റെയും ലോവർ വാല്യൂവിൻ്റെയും ബിറ്റ്വീൻ ആയിട്ട് വരാം. അതേപോലെ തന്നെ 10 മുതൽ 20 വയസ്സ്, ഇപ്പോൾ ചിലവർക്ക് 11, ചിലവർക്ക് 12, അല്ലെങ്കിൽ ചിലവർക്ക് 17, ആ ഒരു റേഞ്ചിൽ വരുന്ന 6 പേരുണ്ട്. അപ്പം ഈ രീതിയിൽ ഒരു ക്ലാസ് ഗ്രൂപ്പുകൾ നമുക്ക് തരുന്നുണ്ട്, അല്ലെങ്കിൽ ക്ലാസ് ഇൻ്റർവെല്ല് വെച്ചിട്ട് നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കണ്ടിന്യൂസ് സീരീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ കണ്ടിന്യൂസ് സീരീസും എന്താണ്? ഗ്രൂപ്പ്ഡ് ഡാറ്റയിൽ വരുന്നതാണ്. അപ്പോൾ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എങ്ങനെ ഇൻഡിവിജ്വൽ സീരീസും എങ്ങനെ കണ്ടിന്യൂസ് സീരീസും എങ്ങനെ ഡിസ്ക്രീറ്റ് സീരീസും ഐഡന്റിഫൈ ചെയ്യാന്നുള്ളത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇൻഡിവിജ്വൽ സീരീസ് ആണെങ്കിൽ ഫ്രീക്വൻസി ഉണ്ടാവില്ല, ഡാറ്റ സെറ്റ് മാത്രം. കാരണം എല്ലാ ഐറ്റംസും ഒരു പ്രാവശ്യം മാത്രം അപ്പിയർ ചെയ്യുന്നു എന്നുള്ള ഒരു അസംഷനിൽ. ദെൻ ഡിസ്ക്രീറ്റ് സീരീസ് ആണെങ്കിൽ ഓരോ ഇൻഡിവിജ്വൽ ഡാറ്റ ഒബ്സർവേഷൻസും റിപ്പീറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അവിടെ ഡാറ്റ സെറ്റും ഉണ്ടായിരിക്കും, ഫ്രീക്വൻസിയും ഉണ്ടായിരിക്കും. അതേസമയം കണ്ടിന്യൂസിൽ വരുമ്പോൾ എങ്ങനെയാണ്? നമുക്ക് ക്ലാസ് ഇൻ്റർവെല്ലിൽ വെച്ചിട്ടായിരിക്കും ഗ്രൂപ്പ്സ് ഉണ്ടായിരിക്കുക. അപ്പോൾ ആ ഒരു റേഞ്ചിൽ അപ്പിയർ ചെയ്യുന്നു എന്നാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഫീച്ചേഴ്സ് ഓഫ് അരിത്തമെറ്റിക് മീൻ.
ഇനി എന്താണ് അരിത്തമെറ്റിക് മീനിന്റെ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഓൾ ഒബ്സർവേഷൻ. അരിത്തമെറ്റിക് മീൻ എങ്ങനെയാണ്? എല്ലാ ഒബ്സർവേഷനെയും ബേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 152, 163, 172, 184 ഈ ഒരു ഡാറ്റ സെറ്റിൻ്റെ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം? ഈ പറയുന്ന 4 ഐറ്റത്തിനെയും ആഡ് ചെയ്യണം അല്ലേ, അല്ലെങ്കിൽ 4 ഐറ്റത്തിൻ്റെയും സമ്മ് കണ്ടാൽ മാത്രമേ നമുക്ക് അരിത്തമെറ്റിക് മീന് പ്രോപ്പറായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം അവോയ്ഡ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഒരെണ്ണം എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള അരിത്തമെറ്റിക് മീന് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല, അല്ലെങ്കിൽ നമുക്ക് റോങ് ആയിട്ടുള്ള ഒരു ഫിഗറാണ് കിട്ടുക. അപ്പോൾ എല്ലാ ഒബ്സർവേഷൻസിനെയും കൺസിഡർ ചെയ്താൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് അല്ലെങ്കിൽ ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു അരിത്തമെറ്റിക് മീന് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പം അതുകൊണ്ടാണ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഓൾ ഒബ്സർവേഷൻ. എല്ലാ ഒബ്സർവേഷനും അരിത്തമെറ്റിക് മീനിൻ്റെ കാൽക്കുലേഷൻ്റെ ഭാഗമാണ്. ഒരെണ്ണത്തിനെ പോലും നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്തുകൊണ്ട് ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് അരിത്തമെറ്റിക് മീനിൽ സാധിക്കില്ല. കാരണം എന്താണ്? അരിത്തമെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നിട്ടുള്ള എല്ലാ ഇൻഡിവിജ്വൽ ഒബ്സർവേഷനെയും ആഡ് ചെയ്ത് അതിൻ്റെ സമ്മ് ഐഡൻറ്റിഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് അരിത്തമെറ്റിക് മീന് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റത്തെ ഫീച്ചർ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ, അരിത്തമെറ്റിക് മീൻ ഈസ് ബേസ്ഡ് ഓൺ ഓൾ ദി ഒബ്സർവേഷൻ. എല്ലാ ഒബ്സർവേഷനെയും ബേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആൻഡ് സെക്കൻഡ് വൺ, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി ഓഫ് അരിത്തമെറ്റിക് മീൻ, ദ സം ഓഫ് ഡീവിയേഷൻ ഈസ് 0. എന്താണ് പറയുന്നത്? അരിത്തമെറ്റിക് മീനിൻ്റെ സം ഓഫ് ഡീവിയേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾവേസ് 0 ആയിരിക്കും. ഇത് നമുക്കൊരു എക്സാമ്പിൾ വെച്ച് പറയാം, അപ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് വരും. സം ഓഫ് ഡീവിയേഷൻസ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇതെന്താണ്? അരിത്തമെറ്റിക് മീനിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. ഇതെങ്ങനെയാണ് അല്ലെങ്കിൽ എന്താണ് ഈ ഒരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്കൊരു എക്സാമ്പിളിലൂടെ പറയാം. സപ്പോസ് എൻ്റെ കയ്യിലുള്ള ഡാറ്റ സെറ്റ് എന്ന് പറയുന്നത്, ഓക്കെ, എൻ്റെ കയ്യിലുള്ള ഒരു ഡാറ്റ സെറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 2, 4, 6, 8. ഓക്കെ, ഈ 4 ഐറ്റത്തിൻ്റെ ഒരു ഡാറ്റ സെറ്റാണ് എൻ്റെ കയ്യിലുള്ളതെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പം ഇതിൻ്റെ ആദ്യം ഞാൻ എന്ത് കണ്ടുപിടിക്കണം? അരിത്തമെറ്റിക് മീന് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പം അരിത്തമെറ്റിക് മീന് കാൽക്കുലേറ്റ് ചെയ്യാണ്. അപ്പം അരിത്തമെറ്റിക് മീൻ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? തന്നിട്ടുള്ള എല്ലാ ഐറ്റത്തിനെയും ആഡ് ചെയ്ത് ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റം കൊണ്ട് ഡിവൈഡ് ചെയ്യുക അല്ലേ. അപ്പം 2 + 4 + 6 + 8 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഐറ്റംസ് എത്രയാണ്? 1, 2, 3, 4 ഐറ്റംസ്. ഓക്കെ, അപ്പോൾ 2 + 4 + 6 + 8 ഡിവൈഡഡ് ബൈ 4. അപ്പോൾ എനിക്ക് എത്രയാണ് അരിത്തമെറ്റിക് മീൻ കിട്ടുക? 20/4 = 5 ആണ് എൻ്റെ അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആണല്ലോ. എങ്ങനെയാണ് 5 അരിത്തമെറ്റിക് മീൻ, എങ്ങനെയാണ് 5 കിട്ടിയെന്നുള്ളത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്താണ് പറയുന്നത്? സം ഓഫ് ഡീവിയേഷൻസ് ആർ 0. അപ്പോൾ ഡീവിയേഷൻസിൻ്റെ സം എന്ന് പറയുന്നത് 0 ആണ്. അപ്പം എന്താണ് ഡീവിയേഷൻ? ഡീവിയേഷൻ്റെ സമ്മ് 0 ആയിരിക്കും. അപ്പം എന്താണ് ഡീവിയേഷൻ? ഡിഫറൻസ് ബിറ്റ്വീൻ, ഓക്കെ, ഡിഫറൻസ് ബിറ്റ്വീൻ അരിത്തമെറ്റിക് മീൻ ആൻഡ് ഇൻഡിവിജ്വൽ ഒബ്സർവേഷൻ. ഓക്കെ, അരിത്തമെറ്റിക് മീനും ഓരോ ഇൻഡിവിജ്വൽ ഡാറ്റ പോയിന്റും അല്ലെങ്കിൽ ഓരോ ഇൻഡിവിജ്വൽ ഒബ്സർവേഷനും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ ഡീവിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്താണ് ഡീവിയേഷൻ? അരിത്തമെറ്റിക് മീനും ഓരോ ഇൻഡിവിജ്വൽ ഒബ്സർവേഷനും, നമുക്ക് തന്നിട്ടുള്ള ഡാറ്റ സെറ്റിലെ ഓരോ ഇൻഡിവിജ്വൽ ഒബ്സർവേഷനും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡീവിയേഷൻ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് തന്നിട്ടുള്ള ഈ ഒരു ഇൻഫർമേഷനിൽ നിന്ന് നമുക്ക് ഡീവിയേഷൻസ് കാൽക്കുലേറ്റ് ചെയ്യാം അല്ലേ. അപ്പം അരിത്തമെറ്റിക് മീൻ എത്രയാണ്? 5 ആണെന്ന് നമുക്കറിയാം. ഓരോ ഡാറ്റ സെറ്റും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഡീവിയേഷൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പം ഡീവിയേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓരോ ഡാറ്റ സെറ്റും അരിത്തമെറ്റിക് മീനും തമ്മിലുള്ള ഡിഫറൻസ്. സോ ദ ഫസ്റ്റ് വൺ 2 - 5. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ഡീവിയേഷൻ എന്ന് പറയുന്നത് എന്താണ്? 2 - 5. അതായത് ആദ്യത്തെ ഒബ്സർവേഷൻ ആയിട്ടുള്ള 2ഉം അതിൽ നിന്ന് അരിത്തമെറ്റിക് മീന് കുറയ്ക്കാം. ഓക്കെ, അപ്പോൾ 2 - 5. അപ്പോൾ നമുക്ക് -3 ആണ് ആൻസർ കിട്ടുക അല്ലേ. ഓക്കെ, ദെൻ സെക്കൻഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 4ഉം
അരിത്തമെറ്റിക് മീനും അല്ലേ. അപ്പോൾ 4 - 5 = -1. -1 ആണ് ഡീവിയേഷൻ. ഇനി മൂന്നാമത്തെ ഡാറ്റ സെറ്റിന്റെ കേസിൽ എങ്ങനെയാണ്? 6 ആണ് ഒബ്സർവേഷൻ, അതേ മൈനസ് അരിത്തമെറ്റിക് മീൻ. അത് അരിത്തമെറ്റിക് മീനിൽ നിന്ന് മൈനസ് ചെയ്യുന്നു. സോ വി വിൽ ഗെറ്റ് 1. +1 ആണ് ഡീവിയേഷൻ. ആൻഡ് നാലാമത്തെ കേസിൽ എന്താണ് വരുന്നത്? 8 - 5. 8ൽ നിന്ന് 5 കുറയ്ക്കുക അല്ലേ. 8 എന്ന് പറയുന്ന ഡാറ്റ സെറ്റിൽ നിന്ന് അരിത്തമെറ്റിക് മീൻ കുറയ്ക്കുന്നു. സോ വി വിൽ ഗെറ്റ് +3. ഓക്കെ, അപ്പോൾ -3, -1, +1, +3. ഇതിൻ്റെ സം എന്ന് പറയുന്നത് എത്രയാണ്? അല്ലെങ്കിൽ ടോട്ടൽ എത്രയായിരിക്കും? 0 ആണ് അല്ലേ. കാരണം -3ഉം +3ഉം അപ്പോൾ തന്നെ 0 ആയി. -1ഉം +1ഉം അപ്പം അതും 0. അപ്പോൾ ടോട്ടൽ നമുക്ക് നോക്കുമ്പോൾ 0. ഇതാണ് ഈ ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഈ ഒരു കാര്യം കൊണ്ട് മീൻ ചെയ്യുന്നത്. സം ഓഫ് ഡീവിയേഷൻസ് ആർ ഓൾവേസ് 0. അപ്പോൾ അരിത്തമെറ്റിക് മീനിൻ്റെ സം ഓഫ് ഡീവിയേഷൻസ് അല്ലെങ്കിൽ അരിത്തമെറ്റിക്കൽ മീനിൽ നിന്ന് സം ഓഫ് ഡീവിയേഷൻസ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് എപ്പോഴും എങ്ങനെയായിരിക്കും? 0 ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഡീവിയേഷൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഒബ്സർവേഷൻ മൈനസ് അരിത്തമെറ്റിക് മീനാണ്. അരിത്തമെറ്റിക് മീനും ഒബ്സർവേഷനും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അപ്പം എങ്ങനെയാണ് ഡീവിയേഷൻസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഒബ്സർവേഷൻ മൈനസ് അരിത്തമെറ്റിക് മീൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ എപ്പോഴും നമുക്കത് എത്രയായിരിക്കും കിട്ടുക? 0 ആണ് വരിക. ഓക്കെ, അപ്പം ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്താണ് സം ഓഫ് ഡീവിയേഷൻസ് ആർ ഓൾവേസ് 0 എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് എന്താണെന്നുള്ളത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അരിത്തമെറ്റിക്കൽ മീനിൽ നിന്ന് ഡീവിയേഷൻസ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴും അതിൻ്റെ സമ്മ് ടോട്ടൽ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആയല്ലോ? അരിത്തമെറ്റിക് മീൻ എങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതിൽ നിന്ന് ഡീവിയേഷൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് ഓരോ ഇൻഡിവിജ്വൽ ഡാറ്റ പോയിന്റ്സും അരിത്തമെറ്റിക് മീനും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പം അതിൻ്റെ ടോട്ടൽ എടുക്കുന്ന സമയത്ത് ഇത് നമ്മൾ ആഡ് ചെയ്തിട്ട് ടോട്ടൽ എടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന സം എന്ന് പറയുന്നത് 0 ആണ് ഉണ്ടാവുക. അത് എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കണം. അപ്പോൾ ഈ ഒരു പോയിന്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സം ഓഫ് ഡീവിയേഷൻസ് ഈസ് ഓൾവേസ് 0. ഓക്കെ, then the third one, sum of squared deviation is minimum. എന്താണ് പറയുന്നത്? സ്ക്വയേർഡ് ഡീവിയേഷൻ അരിത്തമെറ്റിക് മീനിൻ്റെ കേസിൽ എപ്പോഴും മിനിമം ആയിരിക്കും. ഇതും നമുക്കൊരു എക്സാമ്പിൾ വെച്ച് പറയാം, അപ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. അപ്പോൾ സം ഓഫ് സ്ക്വയേർഡ് ഡീവിയേഷൻ ഈസ് മിനിമം. ഇത് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ സപ്പോസ് നമുക്ക് തന്നിട്ടുള്ള ഒരു ഡാറ്റ സെറ്റ്, ഓക്കെ, അത് ഇപ്പോൾ 2 നേരത്തെ 2, 4, 6, 8 ഇതേ ഒരു ഡാറ്റ സെറ്റാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളതെന്ന് വിചാരിക്കുക. 2, 4, 6, 8 ഈ ഒരു ഡാറ്റ സെറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? അരിത്തമെറ്റിക് മീന് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത് 2 + 4 + 6 + 8 ÷ 4 നമുക്ക് എത്ര കിട്ടും? 5 എന്ന് കിട്ടും. ഓക്കെ, അരിത്തമെറ്റിക് മീൻ എത്രയാണ്? 5. ഓക്കെ, നമ്മൾ നേരത്തെ ചെയ്ത സെയിം കമ്പ്യൂട്ടേഷൻ ആണ്, അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യുന്നില്ല. 5 എന്ന് കിട്ടി. ഇനി നമ്മളോട് എന്താ പറയുന്നത്? സം ഓഫ് സ്ക്വയേർഡ് ഡീവിയേഷൻ ഈസ് മിനിമം. അപ്പോൾ എന്താണ് സ്ക്വയേർഡ് ഡീവിയേഷൻ? ഡീവിയേഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞു നേരത്തെ, അതിൻ്റെ സ്ക്വയർ. ഓക്കെ, അപ്പോൾ അതിൻ്റെ സം ഓഫ് സ്ക്വയേർഡ് ഡീവിയേഷൻ, ഡീവിയേഷൻ്റെ സ്ക്വയറിൻ്റെ സമ്മാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഡീവിയേഷൻസ് നോക്കാം. ഡീവിയേഷൻസ് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കമ്പ്യൂട്ടേഷൻ എന്താണ്? 2 - 5, 4 - 5, 6 - 5, 8 - 5 ഇങ്ങനെയല്ലേ നമ്മൾ ഡീവിയേഷൻ കാണുക. ഓക്കെ, അപ്പോൾ 2 - 5 എത്രയാണ്? -3, -1, 1, 3 ഇതല്ലേ ഡീവിയേഷൻ. ഓക്കെ, ഇപ്പം ഇത് ഡീവിയേഷൻ. ഇനി സ്ക്വയേർഡ് ഡീവിയേഷൻ. സ്ക്വയേർഡ് ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ എന്താ? നമുക്ക് കിട്ടിയ ഡീവിയേഷനെ സ്ക്വയർ ചെയ്യുക അല്ലേ. അപ്പോൾ -3 സ്ക്വയർ, -1 സ്ക്വയർ, 1 സ്ക്വയർ, 3 സ്ക്വയർ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അരിത്തമെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്തു, അതിൽ നിന്ന് ഡീവിയേഷൻസ് കാൽക്കുലേറ്റ് ചെയ്തു, ഡീവിയേഷൻസിൻ്റെ സ്ക്വയർ ഐഡൻറ്റിഫൈ ചെയ്തു. അപ്പോൾ ഡീവിയേഷൻ്റെ സ്ക്വയർ നോക്കുമ്പോൾ 9, 1, 1, 9. ക്ലിയർ ആയല്ലോ? ഇനി എന്താണ് പറയുന്നത്? സം ഓഫ് സ്ക്വയേർഡ് ഡീവിയേഷൻ. ഈ സ്ക്വയേർഡ് ഡീവിയേഷൻ്റെ സം എന്ന് പറയുന്നത്, അപ്പോൾ ഇതിൻ്റെ സമ്മ് കാൽക്കുലേറ്റ് ചെയ്യുക. 9 + 1 + 1 + 9 എത്രയാണ് വരിക? 20.
ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് സം ഓഫ് സ്ക്വയേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അരിത്തമെറ്റിക് മീൻ കാണുന്നു, ഡീവിയേഷൻസ് എത്രയാണെന്നുള്ളത് കാണുന്നു. ഡീവിയേഷൻസ് എങ്ങനെ കാണുക? ഓരോ ഡാറ്റ പോയിന്റ്സും അരിത്തമെറ്റിക്കൽ മീനിൽ നിന്ന് മൈനസ് ചെയ്തുകൊണ്ട് ഡീവിയേഷൻസ് ഐഡന്റിഫൈ ചെയ്യുന്നു. ഡീവിയേഷൻസിന്റെ സ്ക്വയർ നോക്കുന്നു. ദെൻ അതിനുശേഷം ഇതിന്റെ സം എടുക്കുന്നു, അല്ലെങ്കിൽ ടോട്ടൽ എടുക്കുന്നു. 20. ഓക്കെ, ഇത് ക്ലിയർ ആയല്ലോ? നമ്മളോട് എന്താ പറയുന്നത്? അരിത്തമെറ്റിക്കൽ മീനിൽ നിന്ന് സം ഓഫ് സ്ക്വയർഡ് ഡീവിയേഷൻ കാണുകയാണെങ്കിൽ അത് എപ്പോഴും മിനിമം ആയിരിക്കും എന്നാണ് പറയുന്നത്. അത് പ്രൂവ് ചെയ്യാനായിട്ട് സപ്പോസ് ഇവിടെ നമ്മൾ ആവറേജ് ആയിട്ട് 6 എടുക്കാമെന്ന് വിചാരിക്കുക. നമ്മളിങ്ങനെ അരിത്തമെറ്റിക് മീനൊന്നും കമ്പ്യൂട്ട് ചെയ്യുന്നില്ല. ഈ ഡാറ്റ സെറ്റ് കണ്ട വഴിക്ക് തന്നെ നമ്മൾ ആവറേജ് ആയിട്ട് 6നെ എടുക്കുകയാണെന്ന് വിചാരിക്കുക. ഇനി നമ്മൾ 6 ഉപയോഗിച്ച് ഈ സം ഓഫ് സ്ക്വയർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ ആവറേജ് എന്ന് പറയുന്നത് 6 ആയിട്ട് എടുക്കുകയാണ്. ഓക്കെ, ആവറേജ് എന്ന് പറയുന്നത് 6 ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഡീവിയേഷൻസ് എങ്ങനെയാണ് വരിക? ഡീവിയേഷൻ എന്ന് പറയുന്നത് 6ഉം ഡാറ്റ സെറ്റും ആണല്ലേ നമ്മൾ ചെയ്യേണ്ടത്. ഡാറ്റ സെറ്റിനെ 6ൽ നിന്നാണ് മൈനസ് ചെയ്യേണ്ടത്. അപ്പോൾ 2 - 6, 4 - 6, 6 - 6, 8 - 6, ഇതല്ലേ ഡീവിയേഷൻ വരിക? ഓക്കെ, അപ്പോൾ 2 - 6 എന്ന് പറയുമ്പോൾ -4, ദെൻ -2, 0, 2 ഡീവിയേഷൻസ് ഇങ്ങനെ കിട്ടും. ദെൻ നമ്മൾ സ്ക്വയേർഡ് ഡീവിയേഷൻസ് നോക്കണം. 16, 4, 0, 4. ക്ലിയർ ആയോ? അപ്പം എന്താണ് നമ്മൾ ചെയ്യുന്നത്? ആവറേജ് നമ്മൾ അരിത്തമെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യാതെ ഈ ഡാറ്റ സെറ്റിലെ ഏതെങ്കിലും ഒരു നമ്പറിനെ നമ്മൾ ആവറേജ് ആയിട്ട് കൺസിഡർ ചെയ്യാണ്. സപ്പോസ് എക്സാമ്പിൾ ആയിട്ട് പറയുന്നതാണ്, സപ്പോസ് 6 ആണ് നമ്മൾ ആവറേജ് ആയിട്ട് എടുത്തത് എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഒരു കേസിൽ 6നെ ആവറേജ് ആയിട്ട് കണ്ടുകൊണ്ട് നമ്മൾ ഡീവിയേഷൻസ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഓരോ ഡാറ്റ സെറ്റും 6ൽ നിന്നാണ് നമ്മൾ മൈനസ് ചെയ്യുന്നത്. സോ 2 - 6, 4 - 6, 6 - 6, 8 - 6. ഓക്കെ, അപ്പം നമുക്ക് എങ്ങനെ കിട്ടും ഡീവിയേഷൻസ്? -4, -2, 0, 2 ഈ ഒരു രീതിയിൽ ഡീവിയേഷൻസ് കിട്ടും. അപ്പം അതിൻ്റെ സ്ക്വയേർഡ് ഡീവിയേഷൻ അല്ലേ നമുക്ക് വേണ്ടത്. അപ്പം അതിനെ നമ്മൾ സ്ക്വയർ ചെയ്യുന്നു. അപ്പം -4ന്റെ സ്ക്വയർ, ഇതൊക്കെ സ്ക്വയർ ആണ് കേട്ടോ. ഓക്കെ, സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടുക? 16, 4, 0, 4. ഇനി ഇതിൻ്റെ സമ്മ് അല്ലേ, സമ്മ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ 16 + 4 + 0 + 4 വിച്ച് ഈസ് ഈക്വൽ ടു 24. അപ്പം എന്താണ് നമുക്ക് ഇവിടെ കിട്ടുക? 24 ആണ് നമുക്ക് സമ്മ് കിട്ടുക. അപ്പം എന്താണ്, അരിത്തമെറ്റിക് മീൻ നമ്മൾ എടുത്തിട്ട് നമ്മൾ സം ഓഫ് സ്ക്വയേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ സം എന്ന് പറയുന്നത് 20 ആയിരുന്നു. അതേസമയം അരിത്തമെറ്റിക് മീൻ അല്ലാതെ മറ്റൊരു വാല്യൂവിനെ ആവറേജ് ആയിട്ട് കണ്ടുകൊണ്ട് നമ്മൾ സം ഓഫ് സ്ക്വയേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സമ്മ് 24 ആണ്. അപ്പം ഇതെന്താണ്, അരിത്തമെറ്റിക് മീൻ വെച്ചുള്ള കാൽക്കുലേഷനേക്കാൾ കൂടുതലാണ്. അപ്പം അതുകൊണ്ടാണ് പറയുന്നത് അരിത്തമെറ്റിക് മീൻ വിൽ ഓൾവേസ് മിനിമൈസ് അല്ലെങ്കിൽ ഓൾവേസ് ട്രൈ ടു റെഡ്യൂസ് ദ സം ഓഫ് സ്ക്വയേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾ 6ന് പകരം 8 എടുത്ത് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോഴും എന്തായിരിക്കും, നമ്മുടെ ഈ ഡീവിയേഷൻ്റെ സം ഓഫ് സ്ക്വയേർഡ് ഡീവിയേഷൻ്റെ വാല്യൂ കൂടുതലാണ് ഉണ്ടാവുക. അപ്പോൾ എപ്പോഴും എന്തായിരിക്കും, അരിത്തമെറ്റിക് മീൻ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അരിത്തമെറ്റിക് മീൻ വെച്ച് ഡീവിയേഷൻസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ സ്ക്വയറിൻ്റെ സമ്മ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും എപ്പോഴും എന്ത് പറയുന്നത്, മിനിമം വാല്യൂ പ്രൊവൈഡ് ചെയ്യുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് പ്രോപ്പർട്ടി ഓഫ് അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത്. സം ഓഫ് സ്ക്വയേർഡ് ഡീവിയേഷൻസ് ഈസ് ഓൾവേസ് മിനിമം, ഓർ അരിത്തമെറ്റിക് മീൻ വിൽ ഓൾവേസ് ട്രൈ ടു റെഡ്യൂസ് ദ സം ഓഫ് സ്ക്വയേർഡ് ഡീവിയേഷൻ. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ പ്രോപ്പർട്ടിയിൽ നമ്മൾ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, സം ഓഫ് ഡീവിയേഷൻ ഈസ് ഓൾവേസ് 0, ദെൻ സം ഓഫ് സ്ക്വയേർഡ് ഡീവിയേഷൻ ഈസ് ഓൾവേസ് മിനിമം വൈൽ കാൽക്കുലേറ്റിംഗ് വിത്ത് അരിത്തമെറ്റിക് മീൻ. അരിത്തമെറ്റിക് മീൻ ഉപയോഗിച്ചുകൊണ്ട് സ്ക്വയേർഡ് ഡീവിയേഷൻസിൻ്റെ സമ്മ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ
അത് എപ്പോഴും മിനിമം ആയിരിക്കും. അതായിരിക്കും ഏറ്റവും ചെറിയ വാല്യൂ കിട്ടുക. ബാക്കി ഏതൊരു നമ്പർ വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താലും നമുക്ക് ആ ഒരു എമൗണ്ട് ഹൈ ആയിരിക്കും. പക്ഷെ അരിത്തമെറ്റിക് മീനിൻ്റെ ആ ഒരു എമൗണ്ട് വെച്ചിട്ട് അല്ലെങ്കിൽ അരിത്തമെറ്റിക് മീൻ വെച്ചിട്ട് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്ത് സ്ക്വയർ ചെയ്ത് സമ്മ് ചെയ്യുമ്പോഴാണ് നമുക്ക് മിനിമം ആയിട്ടുള്ള ഏറ്റവും കുറവായിട്ടുള്ള ഒരു സം വാല്യൂ കിട്ടുന്നത്. ഓക്കെ, അപ്പം ഇത് രണ്ടും എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അരിത്തമെറ്റിക് മീനിൻ്റെ പ്രോപ്പർട്ടീസ് ആണ്. മറക്കരുത്, ഇമ്പോർട്ടൻ്റ് ആണ് അരിത്തമെറ്റിക് മീനിൻ്റെ 2 പ്രോപ്പർട്ടീസ്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ, സം ഓഫ് ഡീവിയേഷൻസ് ആർ ഓൾവേസ് 0, അല്ലെങ്കിൽ സം ഓഫ് ഡീവിയേഷൻ ഈസ് 0. എങ്ങനെയാണ് അത് 0 ആവുന്നത് എന്നുള്ളത് നമ്മൾ ഓൾറെഡി കണ്ടു. ദെൻ സം ഓഫ് സ്ക്വയേർഡ് ഡീവിയേഷൻ ഈസ് മിനിമം. എപ്പോഴും എന്തായിരിക്കും? സ്ക്വയേർഡ് ഡീവിയേഷൻ്റെ സം എന്ന് പറയുന്നത് മിനിമം ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ, arithmetic mean can be affected by extreme values in the data set. Arithmetic mean-നെ എന്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് സാധിക്കും? or it will be affected by the extreme values in a data set. ഒരു ഡാറ്റ സെറ്റിലുള്ള എക്സ്ട്രീം വാല്യൂസ് അല്ലെങ്കിൽ എക്സ്ട്രീം വാല്യൂസ് ഡാറ്റ സെറ്റിൽ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ക്രിയേറ്റ് എ നെഗറ്റീവ് എഫക്റ്റ് ഓൺ അരിത്തമെറ്റിക് മീൻ. അരിത്തമെറ്റിക് മീനിനെ നെഗറ്റീവ്ലി ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുന്ന, പോസിറ്റീവ്ലി അല്ല, അങ്ങനെയാണ് നെഗറ്റീവ്ലി ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ് എക്സ്ട്രീം വാല്യൂസ് എന്ന് പറയുന്നത്. ഒരു ഡാറ്റ സെറ്റിൽ എക്സ്ട്രീം വാല്യൂസ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് അരിത്തമെറ്റിക് മീനിനെ നെഗറ്റീവായിട്ടാണ് ഇൻഫ്ലുവൻസ് ചെയ്യുക. ഇത്തരത്തിലുള്ള എക്സ്ട്രീം വാല്യൂസ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ലീഡ്സ് ടു മിസ്ഇൻറ്റർപ്രിട്ടേഷൻ. മിസ്ലീഡിങ് ആയിട്ടുള്ള ഇൻ്റർപ്രിട്ടേഷൻസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഇതൊരു റീസൺ ആകും. എങ്ങനെയാണെന്നുള്ളത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് എന്താണ് എക്സ്ട്രീം വാല്യൂസ് എന്ന് നോക്കാം. എക്സ്ട്രീം വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ വാല്യൂ ഓർ ദ ഒബ്സർവേഷൻ വിച്ച് ഈസ് ഹയർ ഓർ ലോവർ, വിച്ച് ഈസ് വെരി ഹയർ ഓർ വെരി ലോവർ ദാൻ ദി അതർ വാല്യൂസ് ഇൻ ദ ഡാറ്റ സെറ്റ്. എക്സാമ്പിൾ വെച്ച് പറയാം, അപ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ എക്സ്ട്രീം വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഡാറ്റ സെറ്റിലെ വാല്യൂ വിച്ച് മേ ബി മച്ച് ഹയർ ഓർ മച്ച് ലോവർ ദാൻ other values in the data set. For example, ഇപ്പോൾ 2, 4, 6, 8, 100 ഈ ഒരു രീതിയിലുള്ള ഡാറ്റ സെറ്റ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇപ്പോൾ 2, 4, 6, 8 അതൊക്കെ നോർമലായിട്ട് ഒരേ റേഞ്ചിൽ വരുന്ന, വലിയ ഡിഫറൻസ് ഒന്നുമില്ല അല്ലേ, 2 ഡിഫറൻസ് എന്നുള്ള രീതിയിൽ വലിയ കാര്യമില്ലാതെ പോവാണ്. പക്ഷേ അവസാനത്തെ ഡാറ്റ ഒബ്സർവേഷൻ എങ്ങനെയാണ്? 100. അതായത് ഈ ഒരു ഡാറ്റ സെറ്റിലെ മറ്റ് ഒബ്സർവേഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെയധികം ലാർജ് ആയിട്ടുള്ള ഒരു വാല്യൂ ആണ് ലാസ്റ്റ് സെറ്റിൽ വരുന്നത് അല്ലേ. അപ്പം ഈ ഒരു കേസിൽ എന്താണ്? ഇതൊരു എക്സ്ട്രീം വാല്യൂ ആണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കണം. ഓക്കെ, അപ്പം മറ്റ് ഡാറ്റ സെറ്റുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഹയർ ആയിട്ടുള്ള ഒരു വാല്യൂ വരികയാണ്, ഒരു ഡാറ്റ പോയിന്റിന് അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ഒബ്സർവേഷന് ഹയർ ആയിട്ടുള്ള ഒരു വാല്യൂ വരികയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എക്സ്ട്രീം വാല്യൂ എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ 100, 120, 160 ദെൻ 10 ഈ ഒരു റേഞ്ചിലുള്ള ഒരു ഡാറ്റ സെറ്റ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇപ്പം ഇവിടെ എങ്ങനെയാണ് വരുന്നത്? 100, 120, 160, 10. അപ്പം മറ്റുള്ളതിനെ കമ്പയർ ചെയ്യുമ്പോൾ, ഈ ഡാറ്റ സെറ്റിലെ മറ്റ് ഒബ്സർവേഷനെ കമ്പയർ ചെയ്യുമ്പോൾ 10 എന്ന് പറയുന്നത് എന്താണ്? വളരെ സ്മോൾ ആയിട്ടുള്ള ഒരു ഒബ്സർവേഷൻ ആണ് അല്ലേ. ഇതും എന്തിൻ്റെ ഒരു കാരണമാണ്? അല്ലെങ്കിൽ ഇതും ഈ 10 എന്ന് പറയുന്ന ഒബ്സർവേഷനെ നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം? എക്സ്ട്രീം വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ മറ്റ് ഒബ്സർവേഷൻസുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഹയർ ആയതോ ലോവർ ആയതോ ആയിട്ടുള്ള വാല്യൂ ഉള്ള ഒബ്സർവേഷൻസിനെയാണ് നമ്മൾ എക്സ്ട്രീം വാല്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഡാറ്റ സെറ്റിൽ എക്സ്ട്രീം വാല്യൂ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മീൻ ചെയ്യുന്നത് എന്താണ്? മറ്റ് ഒബ്സർവേഷൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഹയർ ആയിട്ടുള്ള ഒരു വാല്യൂ വരുന്നതോ അല്ലെങ്കിൽ വളരെ ലോവർ ആയിട്ടുള്ള ഒരു വാല്യൂ വരുന്നതോ ആയിട്ടുള്ള ഐറ്റം ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എക്സ്ട്രീം വാല്യൂസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി എന്താണ് നമ്മളോട് പറയുന്നത്? എക്സ്ട്രീം വാല്യൂസ് വിൽ നെഗറ്റീവ്ലി അഫക്റ്റ് ദി അരിത്തമെറ്റിക് മീൻ. എക്സ്ട്രീം വാല്യൂസ് ഉള്ള ഒരു ഡാറ്റ സെറ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ അരിത്തമെറ്റിക് മീന് എന്താവില്ല? ആക്യുറേറ്റ് ആവില്ല, അല്ലെങ്കിൽ അരിത്തമെറ്റിക് മീനിന് അത് നെഗറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും. ഇനി നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം. സപ്പോസ് വി ഹാവ് 2 ഡാറ്റ സെറ്റ്. ദ ഫസ്റ്റ് വൺ 2, 4, 6, 8, 10. ഓക്കെ, നമ്മുടെ ആദ്യത്തെ ഡാറ്റ സെറ്റ് എന്ന് പറയുന്നത് 2, 4, 6, 8, 10. ദെൻ വി ഹാവ് സെക്കൻഡ് ഡാറ്റ സെറ്റ്. നമുക്ക് അടുത്തൊരു ഡാറ്റ സെറ്റ് ഉണ്ട് 2, 4,
6, 8, 100. ഓക്കെ, ഇങ്ങനെ രണ്ട് ഡാറ്റ സെറ്റ് ആണ് ഉള്ളതെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഡാറ്റ സെറ്റിൽ എന്താണ്, എക്സ്ട്രീം വാല്യൂസ് ഉണ്ടോ? ഇല്ല. കാരണം എന്താണ്, ഒരു വാല്യൂ അത്ര ഹൈയോ അത്ര ലോവറോ അല്ല, മറ്റുള്ളതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചെറിയ ചെറിയ ഡിഫറൻസ് ആണുള്ളത്. അപ്പോൾ അതെന്താണ്, എക്സ്ട്രീം വാല്യൂസ് ഇല്ലാത്ത ഒരു ഡാറ്റ സെറ്റ് ആണ്. പക്ഷേ രണ്ടാമത്തെ സെറ്റിലേക്ക് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, 2, 4, 6, 8 ആ ഒരു റേഞ്ചിൽ പോയിക്കൊണ്ടിരുന്ന ഡാറ്റ സെറ്റിലെ അവസാനത്തെ പോയിന്റ് 100 ആണ്. അതായത് മറ്റുള്ള ഒബ്സർവേഷൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഹയർ ആയിട്ടുള്ള ഒരു വാല്യൂ ആണ് ലാസ്റ്റത്തെ ഡാറ്റ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡാറ്റ സെറ്റ് എങ്ങനെയായിരിക്കും, എക്സ്ട്രീം വാല്യൂസ് ഉള്ള ഡാറ്റ സെറ്റ് ആണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഫസ്റ്റ് ഡാറ്റ സെറ്റ് നോർമൽ ആണ്, പ്രോപ്പർ ആണ്. സെക്കൻഡ് ഡാറ്റ സെറ്റ് എക്സ്ട്രീം വാല്യൂ ഉള്ള ഡാറ്റ സെറ്റ് ആണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന കേസിൽ അരിത്തമെറ്റിക് മീൻ ആക്യുറേറ്റ് ആവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് കേസിൽ നമ്മൾ അരിത്തമെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യാണ്. 2 + 4 + 6 + 8 + 10 ഡിവൈഡഡ് ബൈ 5. അപ്പോൾ എത്രയാണ് നമുക്ക് അരിത്തമെറ്റിക് മീൻ കിട്ടുക, 30/5 = 6 ആണ് നമ്മുടെ അരിത്തമെറ്റിക് മീൻ വരിക. ഓക്കെ, ഫസ്റ്റ് ഡാറ്റ സെറ്റിലെ എക്സ്ട്രീം വാല്യൂസ് ഒന്നുമില്ല, പ്രോപ്പർ ആയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് അരിത്തമെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് 6 ആണ് ആവറേജ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, ഇപ്പോൾ 2, 4, 6, 8, 10 അതിൻ്റെ ആവറേജ് വാല്യൂ 6 ആണ്. അപ്പോൾ എന്താണ്, 6നോട് കൂടുതലോ 6നോട് കുറവോ ആയിട്ടുള്ള രീതിയിലാണ് ഡാറ്റ സെറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു കൺക്ലൂഷനിൽ എത്താനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി സെക്കൻഡ് കേസിലേക്ക് പോവാം. സെക്കൻഡ് കേസിൽ എന്താണ്, എക്സ്ട്രീം വാല്യൂ ഉണ്ട് അല്ലേ, 100 എന്ന് പറയുന്ന ഒരു എക്സ്ട്രീം വാല്യൂ ഉണ്ട്. മറ്റുള്ള വാല്യൂവിനെ കമ്പയർ ചെയ്യുമ്പോൾ ഹയർ ആയിട്ട് വരുന്നതാണ് 100 എന്ന് പറയുന്ന വാല്യൂ. അതുകൊണ്ട് തന്നെ എക്സ്ട്രീം വാല്യൂ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ അരിത്തമെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യാണ്. അരിത്തമെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ്, 2, 4, 6, 8 + 100 ഡിവൈഡഡ് ബൈ 5. അപ്പോൾ ഇവിടെ എത്രയാണ് നമുക്ക് വരിക, 120 ഡിവൈഡഡ് ബൈ 5 = 24. അപ്പോൾ ഇവിടെ നമുക്ക് ആവറേജ് കിട്ടുന്നത് എത്രയാണ്, 24 ആണ്. പക്ഷേ ആക്ച്വലി എന്താണ്, എല്ലാ വാല്യൂസും 2, 4, 6, 8 10ൻ്റെ ചോടെയാണ് വരുന്നത്. ഒരൊറ്റ വാല്യൂ മാത്രം ഹൈ ആയതുകൊണ്ട് ആവറേജ് എന്ത് സംഭവിക്കുകയാണ്, ഹൈ ആയിട്ട് മാറുകയാണ്. അപ്പോൾ ഇതിൽ ആവറേജ് 24 എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഇതൊരു മാർക്കിൻ്റെ കേസാണെന്ന് വിചാരിക്കുക. 5 കുട്ടികളുടെ മാർക്ക്, ഒരു ക്ലാസ്സിലെ 5 കുട്ടികളുടെ മാർക്ക് എന്താണ്, ഒരാൾക്ക് മാത്രം 100ൽ 100, ബാക്കി 4 പേർക്ക് 2, 4, 6, 8 ആ ഒരു രീതിയിലാണ് മാർക്ക് എന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ ആവറേജ് മാത്രം നമ്മൾ പറയുമ്പോൾ എന്താണ്, 24 ആണ് ആവറേജ് കിട്ടിയത്. അപ്പോൾ അത് എങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യാനായിട്ട് ലീഡ് ചെയ്യും, ഓക്കെ 5 പേർക്കും ആവറേജ് എന്താ 24 മാർക്ക് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും എന്താണ് 24 ആ ഒരു റേഞ്ചിലാണ് മാർക്ക് വരുന്നത് എന്നുള്ളൊരു മിസ് ഇൻ്റർപ്രിട്ടേഷൻ ആണ് ഇത് തരിക അല്ലേ. പക്ഷെ ആക്ച്വലി എന്താണ്, 4 പേരുടെ മാർക്ക് 10 മാർക്ക് പോലും അവർക്ക് കിട്ടിയിട്ടില്ല. 4 പേരുടെ മാർക്ക് എന്ന് പറയുന്നത് 2, 4, 6, 8 ആ ഒരു റേഞ്ചിലാണ്. 24ൻ്റെ പകുതി പോലും ഈ പറയുന്ന മേജർ ആളുകൾക്കും സ്കോർ ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. അതേസമയം മറ്റേ ആൾക്കോ 24നേക്കാളും ഒരുപാട് ഹൈ ആയിട്ട് 100 മാർക്ക് അയാൾക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിച്ചു. പക്ഷേ ഈ ഒരു കാര്യം എവിടെ റിഫ്ലക്റ്റ് ആവില്ല, കൃത്യമായിട്ട് എവിടെ റിഫ്ലക്റ്റ് ആവില്ല, അരിത്തമെറ്റിക് മീനിൽ കൃത്യമായിട്ട് റിഫ്ലക്റ്റ് ആവില്ല. അപ്പോൾ ഈ ഒരു ഡാറ്റ സെറ്റിനെ 24 എന്ന് പറയുന്ന ഒരു ആവറേജ് വെച്ച് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്, ഒരു മിസ്ലീഡിങ് ആയിട്ടുള്ള ഇൻ്റർപ്രിട്ടേഷൻ ആണ്, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ നമുക്ക് അവിടെ എടുക്കാനായിട്ട് സാധിക്കില്ല. എല്ലാ കുട്ടികളുടെയും ആവറേജ് സ്കോർ 24 ആണ്, എല്ലാവരുടെയും പെർഫോമൻസ് മോശമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. 4 ആളുടെ പെർഫോമൻസ് ആണ് ബിലോ ആവറേജ് അല്ലെങ്കിൽ വളരെ മോശമായിട്ടുള്ളത്, ഒരാൾ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ഒരു കാര്യം ഇതിൽ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. അതേസമയം ഈ ഒരു കേസാണെന്നുണ്ടെങ്കിലോ 6 ആവറേജ്, ഓക്കെ, അപ്പോൾ 6ന് അടുത്താണ് എല്ലാവരുടെയും മാർക്ക് വരുന്നത്. അപ്പോൾ 2, 4, 6, 8, 10 ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് കൃത്യമായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു ഡിഫറൻസ് എന്താണെന്നുള്ളത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എക്സ്ട്രീം വാല്യൂസ് ഉള്ള ഒരു ഡാറ്റ സെറ്റിൽ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് പ്രോപ്പർ ആവില്ല. കാരണം അരിത്തമെറ്റിക് മീനിനെ നെഗറ്റീവായിട്ടാണ് എക്സ്ട്രീം വാല്യൂസ് എഫക്റ്റ്
ചെയ്യുന്നത്. ഇനി എന്താണ് എക്സ്ട്രീം വാല്യൂസ്? മറ്റ് ഒബ്സർവേഷൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ഹൈ ആയതോ വളരെ ലോ ആയതോ ആയിട്ടുള്ള ഒരു ഒബ്സർവേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ, ആ ഡാറ്റാ സെറ്റിൽ അത്തരത്തിലൊരു ഒബ്സർവേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു ഒബ്സർവേഷൻ അല്ലെങ്കിൽ ആ ഒരു വാല്യൂനെയാണ് നമ്മൾ എക്സ്ട്രീം വാല്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സ്ട്രീം വാല്യൂസ് ഉള്ള ഒരു ഡാറ്റാ സെറ്റിൻ്റെ അരിത്തമെറ്റിക് മീന് എപ്പോഴും പ്രോപ്പർ ആകില്ല, അല്ലെങ്കിൽ അതിനെ നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യും, മിസ് ഇൻ്റർപ്രറ്റ് ചെയ്യാനായിട്ടും സാധ്യതയുണ്ട്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇപ്പം ഈ ഒരു പോയിന്റ് എന്താണ് പറയുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അരിത്തമെറ്റിക് മീന് എക്സ്ട്രീം വാല്യൂസിനാൽ എഫക്റ്റ് ചെയ്യപ്പെടുന്നു എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ദെൻ അരിത്തമെറ്റിക് മീൻ ഹാസ് ദ കാപ്പബിലിറ്റി ഫോർ ഫർദർ ഓൾജിബ്രിക് ട്രീറ്റ്മെൻറ്റ്. അതായത് ഓൾജിബ്രിക് ട്രീറ്റ്മെൻ്റ് ആയിട്ടുള്ള ലീനിയാരിറ്റി അല്ലെങ്കിൽ അഡിഷൻ, അങ്ങനത്തെ എല്ലാ തരത്തിലുള്ള ഫർദർ ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യാനും അരിത്തമെറ്റിക് മീന് ഉപയോഗിക്കാം. അതും എന്താണ് ഇതിൻ്റെ ഒരു ഫീച്ചർ അല്ലെങ്കിൽ വൺ ഓഫ് ദി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടി ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പം ഇത്രയാണ് അരിത്തമെറ്റിക് മീനിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ്. ഓരോ ഫീച്ചറും എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് വിത്ത് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കുറച്ചുകൂടി ആ കോൺസെപ്റ്റ് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ എന്താണ്, എല്ലാ ഒബ്സർവേഷനെയും ബേസ് ചെയ്യുന്നു. ഏതെങ്കിലും ഒരു ഒബ്സർവേഷനെ പോലും എക്സ്ക്ലൂഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ കിട്ടില്ല. സം ഓഫ് ഡീവിയേഷൻ്റെ സം എന്ന് പറയുന്നത് അരിത്തമെറ്റിക് മീനിൽ നിന്നുള്ള ഡീവിയേഷൻ്റെ സം എപ്പോഴും 0 ആണ്, മറക്കരുത്. സം ഓഫ് ഡീവിയേഷൻ ഈസ് ഓൾവേസ് 0. ദെൻ സം ഓഫ് സ്ക്വയേർഡ് ഡീവിയേഷൻ വിൽ ബി ഓൾവേസ് മിനിമം. അപ്പോൾ അരിത്തമെറ്റിക് മീനിന് പകരം മറ്റൊരു വാല്യൂവിനെ ആവറേജ് ആയി കണ്ടുകൊണ്ട് നമ്മൾ സ്ക്വയേർഡ് ഡീവിയേഷൻ്റെ സം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു ഹയർ വാല്യൂ ആയിരിക്കും. അപ്പോൾ അരിത്തമെറ്റിക് മീന് എപ്പോഴും എന്താണ്, സം ഓഫ് സ്ക്വയേർഡ് ഡീവിയേഷനെ മിനിമം ആക്കിയിട്ടാണ് വെക്കുന്നത്. ആൻഡ് അരിത്തമെറ്റിക് മീൻ ഈസ് നെഗറ്റീവ്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദി എക്സ്ട്രീം വാല്യൂസ്. എക്സ്ട്രീം വാല്യൂസ് നെഗറ്റീവ്ലി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഫർദർ ആൾജിബ്രിക് ട്രീറ്റ്മെൻറ്റിന് ഇത് ക്യാപ്പബിൾ ആണ്, അരിത്തമെറ്റിക് മീന് ക്യാപ്പബിൾ ആണ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഇൻഡിവിജ്വൽ സീരീസ്, ഡിസ്ക്രീറ്റ് സീരീസ്, കണ്ടിന്യൂസ് സീരീസ്. അപ്പോൾ എങ്ങനെയാണ് ഇൻഡിവിജ്വൽ സീരീസിൻ്റെ ഫോർമുല, ഇൻഡിവിജ്വൽ സീരീസിൽ എങ്ങനെയാണ് അരിത്തമെറ്റിക് മീൻ കാണുന്നത്, കണ്ടിന്യൂസ് സീരീസിൽ എങ്ങനെയാണ്, ഡിസ്ക്രീറ്റ് സീരീസിൽ എങ്ങനെയാണ്, ആ ഒരു സിമ്പിൾ ആയിട്ടുള്ള ആ ഒരു ഫോർമുല എങ്ങനെയാണെന്നുള്ളതും കൂടി നമ്മൾ പറയാം. നമ്മൾ നേരത്തെ ഓൾറെഡി ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്, കുറച്ചുകൂടി ആ ഒരു ഫോർമുലയിലേക്ക് നമ്മൾ വരികയാണ്. സോ ആഡ് അപ്പ് വാല്യൂസ് ഓഫ് ഓൾ ദി ഐറ്റംസ് ഓഫ് എ സീരീസ്. ആദ്യം എന്ത് ചെയ്യണം, ഒരു ഇൻഡിവിജ്വൽ സീരീസ് നിങ്ങൾക്ക് തന്നിട്ട് അരിത്തമെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ എന്താണ്, എല്ലാ ഐറ്റത്തിനെയും ആഡ് ചെയ്യണം. എത്ര ഐറ്റംസ് തന്നിട്ടുണ്ടോ അതിൻ്റെ സമ്മ് കാണണം. അതിനെയാണ് നമ്മൾ സിഗ്മ എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ എക്സാമ്പിൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും കേട്ടോ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, എത്ര ഐറ്റംസ് തന്നിട്ടുണ്ടോ അതിൻ്റെ സമ്മ് കാണുക. ആൻഡ് ദ സെക്കൻഡ് വൺ, ഫൈൻഡ് ഔട്ട് ദ ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ് ഇൻ ദി സീരീസ്. ആ ഒരു സീരീസിലെ എത്ര ഐറ്റംസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്, ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ് എത്രയാണെന്ന് നോക്കുക. ആ ഒരു ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റത്തിനെയാണ് നമ്മൾ n എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സിഗ്മ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം ഓഫ് വാല്യൂ, സം ഓഫ് ഒബ്സർവേഷനെയാണ് സിഗ്മ എക്സ് എന്ന് പറയുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റത്തിനെയാണ്, സീരീസിലെ ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റത്തിനെയാണ് നമ്മൾ n എന്ന് പറയുന്നത്. ഡിവൈഡ് ദ ടോട്ടൽ വാല്യൂ ഓഫ് ഓൾ ദ ഐറ്റംസ് വിത്ത് ദ നമ്പർ ഓഫ് ഐറ്റം, അതായത് സിഗ്മ എക്സ് ബൈ n അല്ലേ. നമ്മൾ നേരത്തെ ഓൾറെഡി ചെയ്തു. ആഡ് ചെയ്യുക, ടോട്ടൽ കണ്ടുപിടിക്കുക, ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഐറ്റംസ്. എത്രയാണ് എത്ര നമ്പർ ഓഫ് ഐറ്റംസ് ആണ് ആ സീരീസിൽ വരുന്നത്, അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പം നമുക്ക് എന്ത് കിട്ടും, ഇൻഡിവിജ്വൽ സീരീസിൽ അരിത്തമെറ്റിക് മീൻ. ഇപ്പം നമ്മൾ നേരത്തെ എക്സാമ്പിളൊക്കെ കണ്ടത് എന്തായിരുന്നു, ഇൻഡിവിജ്വൽ സീരീസിലുള്ള കാര്യങ്ങളായിരുന്നു നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്, പോക്കറ്റ് മണി ഓഫ് 100 സ്റ്റുഡൻറ്റ് ഈസ് 15, 20, 30, 22, 25, 18, 40, 55, 50 and 65. ഓക്കെ, 10 കുട്ടികളുടെ പോക്കറ്റ് മണിയുടെ ഇൻഫർമേഷൻസ് ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, 15, 20, 25 ആ ഒരു റേഞ്ചിൽ പോക്കറ്റ് മണിയുടെ ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് ആവറേജ് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ അരിത്തമെറ്റിക് മീന് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം തന്നെ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഇതൊരു ഇൻഡിവിജ്വൽ സീരീസ് ആണ് എന്നുള്ളത് മനസ്സിലാക്കാം അല്ലേ. കാരണം എന്താണ്, ഓരോ ഡാറ്റാ പോയിന്റ്സും അല്ലെങ്കിൽ ഓരോ ഒബ്സർവേഷനും എന്താണ്, സിംഗിൾ ടൈം മാത്രമാണ് ഇവിടെ വരുന്നത് അല്ലേ, റിപ്പീറ്റഡ് ആയിട്ട് വരുന്നില്ല. എല്ലാ ഡാറ്റാ പോയിന്റ്സും അല്ലെങ്കിൽ ഓരോ ഇൻഡിവിജ്വൽ ഒബ്സർവേഷനും ഒരു പ്രാവശ്യം മാത്രമേ അപ്പിയർ ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ ഓരോന്നിൻ്റെയും ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1 ആണ്. അപ്പം അത് എന്താണ്, ഇൻഡിവിജ്വൽ സീരീസ് ആണ്,
അൺഗ്രൂപ്പ്ഡ് ഡാറ്റയാണെന്നുള്ള ഇൻഫർമേഷൻ കിട്ടി. അപ്പോൾ ഇൻഡിവിജ്വൽ സീരീസിൽ നമ്മൾ മീൻ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എക്സ് ബാർ ഈക്വൽ ടു എക്സ് ബാർ എന്ന് പറയുന്നതാണ് നമ്മുടെ അരിത്തമെറ്റിക് മീൻ. ഓക്കെ, അപ്പോൾ അരിത്തമെറ്റിക് മീനിനെ നമ്മൾ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് എക്സ് ബാർ. ഓക്കെ, എക്സ് ബാർ എന്ന് പറയുന്നതാണ് അരിത്തമെറ്റിക് മീന്. സാമ്പിളിൻ്റെ അരിത്തമെറ്റിക് മീനിനെയാണ് നമ്മൾ എക്സ് ബാർ എന്ന് പറയുന്നത്. ഓക്കെ, ഈക്വൽ ടു സിഗ്മ എക്സ് ബൈ എൻ. എന്താണ് സിഗ്മ എക്സ്? ഓരോ ഇൻഡിവിജ്വൽ ഒബ്സർവേഷൻസിൻ്റെയും ടോട്ടൽ. അതായത് എക്സ് ബാർ ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് ബൈ എൻ. സിഗ്മ എക്സ് എന്ന് പറയുന്നത് എന്താ? 15 പ്ലസ് 20 പ്ലസ് 30 പ്ലസ് 22 പ്ലസ് 25 പ്ലസ് 18 പ്ലസ് 40 പ്ലസ് 50 പ്ലസ് 55 പ്ലസ് 65. ഓക്കെ, 10 ഐറ്റംസും 10 ഐറ്റത്തിൻ്റെയും ടോട്ടലിനെയാണ് നമ്മൾ സിഗ്മ എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സിഗ്മ എക്സ് എത്ര കിട്ടും? കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. 340 ആണ് നമുക്ക് എന്ത് വരുന്നത്? നമ്മുടെ സം എന്ന് പറയുന്നത്. സിഗ്മ എക്സ് എന്ന് പറയുന്നത് 340, അതായത് ഓരോ ഐറ്റത്തിൻ്റെയും ടോട്ടൽ. ദെൻ സിഗ്മ എക്സ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി എൻ എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ്. എത്ര ഐറ്റംസ് ആണ് ആ ഒരു സീരീസിൽ വരുന്നത്? അപ്പോൾ 10 സ്റ്റുഡൻസിൻ്റെ പോക്കറ്റ് മണി ആണെന്ന് നമ്മളോട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എൻ എത്രയാണ്? 10 ആണെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ? ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ് 10 ആണ്. ദെൻ നമ്മൾ എക്സ് ബാർ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് 340 ഡിവൈഡഡ് ബൈ 10 ഈസ് ഈക്വൽ ടു 34 ആണ് നമ്മുടെ അരിത്തമെറ്റിക് മീൻ ആയിട്ട് നമുക്ക് വരിക. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സിമ്പിൾ ആയിട്ടുള്ള കാൽക്കുലേഷൻ ആണ് അല്ലേ? നമ്മൾ ഇത്ര നേരം ചെയ്തൊരു കാര്യം തന്നെ കുറച്ചുകൂടി ആ ഒരു ഫോർമുലയിലേക്ക് വരുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് നമ്മളൊന്ന് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഇൻഡിവിജ്വൽ സീരീസിൽ അരിത്തമെറ്റിക് മീൻ കാണുന്നത് ഉള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? സിഗ്മ എക്സ് ബൈ എൻ. സിഗ്മ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഡിങ് ഓൾ ദ വാല്യൂസ് ഓർ ഓൾ ദി ഐറ്റംസ് ഇൻ ദി ഡാറ്റ സീരീസിനെയാണ് നമ്മൾ സിഗ്മ എക്സ് എന്ന് പറയുന്നത്, ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ് ഇൻ ദി ഡാറ്റ സീരീസ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ദെൻ നെക്സ്റ്റ് നമുക്ക് ഡിസ്ക്രീറ്റ് സീരീസിൽ, ഇൻഡിവിജ്വൽ സീരീസിൽ നമ്മൾ പറഞ്ഞു. ഇനി ഡിസ്ക്രീറ്റ് സീരീസിൽ എങ്ങനെയാണ് അരിത്തമെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. Multiply the frequency against each observation with the value of observation to get fx. എന്താണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്? എഫ് എക്സ് കമ്പ്യൂട്ട് ചെയ്യണം. അതായത് ഫ്രീക്വൻസി ഇൻറ്റു ഒബ്സർവേഷൻ. ഓരോ ഇൻഡിവിജ്വൽ ഒബ്സർവേഷനെയും അതിൻ്റെ ഫ്രീക്വൻസി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതാണ് എഫ് എക്സ് എന്ന് പറയുന്നത്. സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? ആഡ് ദ കോളം ഓഫ് എഫ് എക്സ് ടു ഗെറ്റ് സിഗ്മ എഫ് എക്സ്. ദെൻ ആ ഒരു എഫ് എക്സ് കോളത്തിൻ്റെ ടോട്ടൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ സമ്മ് കണ്ടുപിടിക്കുന്നു. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഒരു ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഡിസ്ക്രീറ്റ് സീരീസിലുള്ള ഇൻഫർമേഷൻസ് ആണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അരിത്തമെറ്റിക് മീൻ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? എക്സ് ബാർ ഈസ് ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ബൈ എൻ. അപ്പോൾ ഇൻഡിവിജ്വൽ സീരീസിൽ എന്തുണ്ടായിരുന്നില്ല? ഈ ഒരു എഫ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ടായിരുന്നില്ല അല്ലേ? പക്ഷേ ഡിസ്ക്രീറ്റ് സീരീസിൽ ഫ്രീക്വൻസി എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഡിസ്ക്രീറ്റ് സീരീസിൽ അരിത്തമെറ്റിക് മീൻ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് സിഗ്മ എഫ് എക്സ് ബൈ എൻ ആണ്. ഓക്കെ, ദെൻ നമുക്ക് അതിനൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പം നിങ്ങൾക്ക് തന്നിട്ടുള്ള ഡാറ്റ സെറ്റ് എന്ന് പറയുന്നത് എക്സ് ഫ്രീക്വൻസി. എക്സ് എന്താണ്? 10, 20, 30, 40, 50. അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 4, 5, 3, 2, 5. അതായത് 10 എന്ന് പറയുന്ന നമ്പർ 4 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു. 20 എന്ന് പറയുന്ന നമ്പർ 5 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു. 30 എന്ന് പറഞ്ഞ നമ്പർ 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു. 40 എന്ന് പറഞ്ഞ നമ്പർ 2 പ്രാവശ്യം. 50 എന്ന് പറഞ്ഞത് 5 പ്രാവശ്യം. അപ്പോൾ ഫ്രീക്വൻസി ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്താണ്? ഫ്രീക്വൻസി ഉണ്ട്, ക്ലാസ് ഇൻ്റർവെൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഡിസ്ക്രീറ്റ് സീരീസ് ആണെന്ന് മനസ്സിലാക്കാമെന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? അരിത്തമെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അരിത്തമെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എഫ് എക്സ് കാൽക്കുലേറ്റ് ചെയ്യുക. ഫ്രീക്വൻസി ഇൻറ്റു എക്സ്. അപ്പോൾ നമുക്ക് എക്സ് കോളം, ഫ്രീക്വൻസി കോളം, എഫ് എക്സ് കോളം, എഫ് ഇൻറ്റു എക്സ്. അപ്പോൾ എന്താ എഫ് ഇൻറ്റു എക്സ് എന്ന് പറയുമ്പോൾ എക്സ് ഇൻറ്റു എഫ്, 10 ഇൻറ്റു 4, then 20 into 5, 30 into 3, 40 into 2, 50 into 5. ഈ ഒരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? എഫ് എക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നു, അതിൻ്റെ സം എടുക്കുന്നു 560. ഇതാണ് എന്ത്?
sigma fx, total of f into x. Then we will apply to our equation. എന്താണ് equation? x bar is equal to sigma fx by n. സിഗ്മ എഫ് എക്സ് എത്രയാണ്? 560 ആണ് നമ്മുടെ സിഗ്മ എഫ് എക്സ്. ഇവിടെ n എന്ന് പറയുന്നത് നമ്മുടെ ഇൻഡിവിജ്വൽ സീരീസിൽ n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ്. ഇവിടെ അത് തന്നെയാണ്, പക്ഷെ ആ ഒരു ടോട്ടൽ 1, 2, 3, 4 അങ്ങനെയല്ല എടുക്കേണ്ടത്. ഫ്രീക്വൻസിയുടെ ടോട്ടലാണ് നമ്മൾ എടുക്കേണ്ടത്. കാരണം എന്താണ്? 10 4 പ്രാവശ്യം റിപ്പീറ്റഡ് ആവുന്നുണ്ട് എന്നാണ് ഇത് മീൻ ചെയ്യുന്നത്. അപ്പോൾ 10 4 10 ഉണ്ട് അവിടെ. ഓക്കെ, അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ് അല്ലെങ്കിൽ ടോട്ടൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇവിടെ n എന്ന് പറയുന്നത് ഫ്രീക്വൻസിയുടെ ടോട്ടലാണ്. ഓക്കെ, അപ്പോൾ ഫ്രീക്വൻസിയുടെ ടോട്ടലാണ് നമ്മുടെ n എന്ന് പറയുന്നത്. സോ 560 ഡിവൈഡഡ് ബൈ n ഈസ് ഈക്വൽ ടു 19. So 560 divided by 19 is equal to 29.47 ആണ് നമ്മുടെ എക്സ് ബാർ വരിക. ആസ് പെർ ഡിസ്ക്രീറ്റ് സീരീസിൽ നമ്മുടെ അരിത്തമാറ്റിക് മീൻ എന്ന് പറയുന്നത് എത്രയാണ് വരിക? 29.47. സിഗ്മ എഫ് എക്സ് കണ്ടുപിടിക്കുക, അതായത് ആദ്യം എഫ് എക്സ് കാണാം, അതിൻ്റെ ടോട്ടൽ എടുക്കുക, അതേ ഡിവൈഡഡ് ബൈ n ചെയ്യുക. n ചെയ്യുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? നമ്പർ ഓഫ് ഐറ്റംസ് അല്ല ഇവിടെ നോക്കേണ്ടത്, ഫ്രീക്വൻസിയുടെ ടോട്ടലാണ് നോക്കേണ്ടത്. ഡിസ്ക്രീറ്റ് സീരീസ് ആണ്, അപ്പോൾ അതേ ഡിവൈഡഡ് ബൈ n ചെയ്യുന്നു. ദെൻ വി വിൽ ഗെറ്റ് വാട്ട്? വി വിൽ ഗെറ്റ് അരിത്തമെറ്റിക് മീൻ ഓഫ് ഡിസ്ക്രീറ്റ് സീരീസ്. ഓക്കെ, അപ്പോൾ ഇൻഡിവിജ്വൽ സീരീസ് ആണെങ്കിൽ സിഗ്മ എക്സ് ബൈ n, ഡിസ്ക്രീറ്റ് സീരീസ് ആണെങ്കിൽ സിഗ്മ എഫ് എക്സ് ബൈ n, ആ ഒരു ഫ്രീക്വൻസി കൂടി ആഡ് ആവുന്നു. ഇനി കണ്ടിന്യൂസ് സീരീസിലേക്ക് വരികയാണെന്ന് വിചാരിക്കാം. നമുക്ക് 3 സീരീസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ? ഇൻഡിവിജ്വൽ ഉണ്ട്, ഡിസ്ക്രിപ്റ്റീവ് ഉണ്ട്, കണ്ടിന്യൂസ് ഉണ്ട്. അപ്പോൾ കണ്ടിന്യൂസ് സീരീസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് കണ്ടിന്യൂസ് സീരീസ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ കണ്ടിന്യൂസ് സീരീസിൽ നമ്മൾ അരിത്തമെറ്റിക് മീൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കുക. സോ ദ ഫസ്റ്റ് സ്റ്റെപ്പ്, ഫൈൻഡ് ദ മിഡ് വാല്യൂ ഓഫ് ഈച്ച് ക്ലാസ്. എല്ലാ ക്ലാസ്സിൻ്റെയും മിഡ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. അതെങ്ങനെയാണെന്നുള്ളത് എക്സാമ്പിൾ പറയുമ്പോൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും കേട്ടോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മിഡ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. മിഡ് വാല്യൂവിനെ നമ്മൾ എം വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, മിഡ് വാല്യൂവിനെ നമ്മൾ എന്ത് വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? എം ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നു. മൾട്ടിപ്ലൈ ഈച്ച് ക്ലാസ് ഫ്രീക്വൻസി വിത്ത് എം ടു ഗെറ്റ് എഫ് എം. നമ്മൾ നേരത്തെ എഫ് എക്സ് കണ്ടുപിടിച്ചതുപോലെ ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എഫ് എം ആണ്, അതായത് ഫ്രീക്വൻസി ഇൻറ്റു മിഡ് വാല്യൂ. അതിൻ്റെ സം എടുക്കുന്നു, സിഗ്മ എഫ് എം എടുക്കുന്നു. ദെൻ ഡിവൈഡ് സിഗ്മ എഫ് എം ബൈ സിഗ്മ എഫ്, അതായത് എൻ അല്ലെ? എൻ ആണ് സിഗ്മ എഫ്, ഫ്രീക്വൻസിയുടെ ടോട്ടലിനെയാണ് നമ്മൾ എൻ എന്ന് പറയുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ സിഗ്മ എഫ് തന്നെയാണ് എൻ എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ സെയിം കാര്യങ്ങൾ തന്നെ. ഇവിടെ ഡിഫറൻസ് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ക്ലാസ് ആണ് അല്ലേ? കണ്ടിന്യൂസ് സീരീസ് ആണ്. അപ്പോൾ ക്ലാസ് ഇൻ്റർവെൽ ഉണ്ടായിരിക്കും, ഗ്രൂപ്പായിട്ടാണ് നമുക്ക് തന്നിട്ടുണ്ടാവുക. അപ്പം അതുകൊണ്ട് തന്നെ മിഡ് വാല്യൂ ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. മിഡ് വാല്യൂവിനെയും ഫ്രീക്വൻസിനെയും ആണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അതിൻ്റെ ടോട്ടലാണ് എടുക്കേണ്ടത്, അതിനെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താ? എക്സ് ബാർ ഈസ് ഈക്വൽ ടു സിഗ്മ എഫ് എം ഡിവൈഡഡ് ബൈ എൻ. ഡിസ്ക്രീറ്റിൽ എഫ് എക്സ് ആയിരുന്നു, ഇവിടെ എന്താണ്? മിഡ് വാല്യൂവിനെയാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ സിഗ്മ എഫ് എം ബൈ എൻ. ഓക്കെ, ഈസി ആയിട്ടുള്ള കാര്യമാണ്, കൂടുതൽ പറയേണ്ട കാര്യമില്ലല്ലോ. സോ നമുക്കിതിൻ്റെ ഒരു എക്സാമ്പിളിലേക്ക്, ഡയറക്റ്റ് എക്സാമ്പിളിലേക്ക് പോവാം. സോ ദ ഇൻഫർമേഷൻ വി ഹാവ് ഗിവൺ ഈസ് ക്ലാസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. 0 to 10, ഫ്രീക്വൻസി 5, 10 to 20, 20 to 30, 30 to 40, 40 to 50, 50 to 60, 60 to 70 അതിൻ്റെ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഡാറ്റ സെറ്റ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവണം? ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് സീരീസ്. ഓക്കെ, ഇതൊരു കണ്ടിന്യൂസ് സീരീസ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഇങ്ങനെയാണ് കണ്ടിന്യൂസ് സീരീസ് ആണെന്ന് മനസ്സിലായത്, കാരണം ക്ലാസ് ഇൻ്റർവെല്ലോട് കൂടിയിട്ടുള്ള കാര്യങ്ങളാണ് തന്നിരിക്കുന്നത് അല്ലേ? മറ്റേതൊക്കെ ആണെങ്കിൽ ഓരോ ഇൻഡിവിജ്വൽ ഡാറ്റയാണ്. ഇവിടെ റേഞ്ച് ആണ് തരുന്നത്. 0 മുതൽ 10 വരെ വരുന്നത് 5 പേര്, 10 മുതൽ 20 വരെ വരുന്ന വാല്യൂ ഉള്ള 12 ആൾ, അതാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു കണ്ടിന്യൂസ് സീരീസ് ആണ്. അപ്പോൾ കണ്ടിന്യൂസ് സീരീസിലാണ് നമുക്ക് അരിത്തമെറ്റിക് മീൻ കാണേണ്ടത്. സോ ഫസ്റ്റ് വി നീഡ് ടു കാൽക്കുലേറ്റ് മിഡ് വാല്യൂ. മിഡ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. 0 to 10 ഇതിൻ്റെ മിഡ് വാല്യൂ എന്ന് പറയുന്നത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? മിഡ് വാല്യൂ ഈസ് ഈക്വൽ ടു ഹയസ്റ്റ് വാല്യൂ മൈനസ് ലോവസ്റ്റ് വാല്യൂ ഡിവൈഡഡ് ബൈ 2. ഓക്കെ,
ആ ഒരു ക്ലാസ് റേഞ്ചിൻ്റെ ഹയസ്റ്റ് വാല്യൂവിൽ നിന്ന് ലോവസ്റ്റ് വാല്യൂ കുറയ്ക്കുക ഡിവൈഡഡ് ബൈ 2. അതായത് മിഡ് വാല്യൂ, മിഡിലാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പം മിഡിൽ കണ്ടുപിടിക്കണമെങ്കിൽ എന്താ, ഹയസ്റ്റിൽ നിന്ന് ലോവസ്റ്റ് കുറയ്ക്കുന്നു ഡിവൈഡഡ് ബൈ 2 ചെയ്യുന്നു അല്ലേ. അപ്പം ഇവിടെ നമുക്ക് എങ്ങനെ 5 വന്നേ, 10 മൈനസ് 0/2. ഇവിടെയോ 10 to 20. അപ്പോൾ ഹയസ്റ്റ് വാല്യൂ 20 ആണ്, ലോവസ്റ്റ് വാല്യൂ 10 ആണ്, ഡിവൈഡഡ് ബൈ 2. അപ്പോൾ മൈനസ് അല്ല കേട്ടോ, പ്ലസ്. ഓക്കെ, പ്ലസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ 20 + 10 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ 30/2 ഈസ് ഈക്വൽ ടു 15. ദെൻ 20 + 30 ഡിവൈഡഡ് ബൈ 2. Then 30 + 40 divided by 2. 40 + 50 divided by 2. 50 + 60 divided by 2. 60 + 70 divided by 2. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും നമ്മൾ മിഡ് വാല്യൂ കണ്ടുപിടിക്കുന്നത്, മിഡിൽ പോർഷൻ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ ലോവസ്റ്റ് പ്ലസ് ഹയസ്റ്റ്, or ഹയസ്റ്റ് പ്ലസ് ലോവസ്റ്റ് ഡിവൈഡഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മിഡ് വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു കേസിൽ 10 + 0 ഡിവൈഡഡ് ബൈ 2, 20 + 10 ഡിവൈഡഡ് ബൈ 2, 20 + 30 ഡിവൈഡഡ് ബൈ 2, 30 + 40 ഡിവൈഡഡ് ബൈ 2. ആ ഒരു റേഞ്ചിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മിഡ് വാല്യൂസ് ഐഡൻറ്റിഫൈ ചെയ്യാം. ദെൻ എഫ് ഇൻറ്റു എം അല്ലെ, ഫ്രീക്വൻസി ഇൻറ്റു മിഡ് വാല്യൂ. അപ്പോൾ 5 × 5, 15 × 12. ഓക്കെ, 5 × 5, 15 × 12, 18 × 25, 22 × 35, 6 × 45, then 4 × 55, 3 × 65. ഓക്കെ, ഈ ഒരു രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഫ്രീക്വൻസി ഇൻറ്റു എഫ് എം കിട്ടി. ദെൻ നമ്മുടെ ഇക്വേഷൻ എന്താണ്, x⁻ ഈസ് ഈക്വൽ ടു സിഗ്മ എഫ് എം ബൈ എൻ ആണ്. സിഗ്മ എഫ് എം, എഫ് എമ്മിൻ്റെ ടോട്ടല്. അപ്പോൾ 210 ആണ് നമ്മുടെ സിഗ്മ എഫ് എം എന്ന് പറയുന്നത്. അതേ ഡിവൈഡഡ് ബൈ എൻ എന്താണ്, ഫ്രീക്വൻസിയുടെ ടോട്ടലിനെയാണ് നമ്മൾ എൻ എന്ന് പറയുന്നത് അല്ലേ. സോ 210 ഡിവൈഡഡ് ബൈ 70, 30 ആണ് നമ്മുടെ എന്ത് വരുന്നത്, 210 അല്ല, 2110 ആണ് കേട്ടോ. 2110 ഡിവൈഡഡ് ബൈ 70, 2110 ഡിവൈഡഡ് ബൈ 70 നമുക്ക് എന്ത് കിട്ടും, 30.14 എന്നുള്ള ആ ഒരു അരിത്തമെറ്റിക് മീൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സിമ്പിളാണ്, ഈസിയാണ്. നമുക്ക് ആ ജസ്റ്റ് ഒരു ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക, ഇക്വേഷൻ എന്താണെന്ന് അറിയുക, അതെങ്ങനെയാണ് കമ്പ്യൂട്ടേഷൻ എന്നുള്ളത് മനസ്സിലാക്കുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു എക്സാമ്പിൾ ചെയ്തത്. ഓക്കെ, അപ്പോൾ കണ്ടിന്യൂസ് സീരീസ് ആണെന്നുണ്ടെങ്കിൽ മിഡ് വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഫ്രീക്വൻസി മിഡ് വാല്യൂ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു, അതിൻ്റെ ടോട്ടൽ എടുക്കുന്നു, അതേ ഡിവൈഡഡ് ബൈ എൻ ചെയ്യുന്നു, അതായത് ഫ്രീക്വൻസിയുടെ ടോട്ടൽ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അരിത്തമെറ്റിക് മീനിൻ്റെ കമ്പ്യൂട്ടേഷൻ റിലേറ്റഡ് ആയിട്ട്. അപ്പോൾ നമ്മൾ അരിത്തമെറ്റിക് മീൻ എന്താണെന്നും അതിൻ്റെ ഫീച്ചേഴ്സ്, ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് നമ്മൾ നോക്കി, അരിത്തമെറ്റിക് മീനിൻ്റെ കമ്പ്യൂട്ടേഷൻ നോക്കി. ദെൻ വി ഹാവ് സം ഡീമെറിറ്റ്സ് ഓഫ് അരിത്തമെറ്റിക് മീൻ, അല്ലെങ്കിൽ അരിത്തമെറ്റിക് മീനിൻ്റെ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്, അതെന്താണെന്ന് നോക്കാം. ദ ഫസ്റ്റ് വൺ, ഇറ്റ് കനോട്ട് ബി യൂസ്ഡ് ഇൻ ദ സ്റ്റഡി ഓഫ് ക്വാളിറ്റേറ്റീവ് ഫിനോമിന ലൈക്ക് ഇൻ്റലിജൻസ്, ബ്യൂട്ടി എക്സെട്ര. അരിത്തമെറ്റിക് മീൻ നമുക്ക് എന്താണ്, ന്യൂമറിക്കൽ ഡാറ്റയിൽ മാത്രമേ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ, അല്ലെങ്കിൽ നമ്പേഴ്സിൽ മാത്രമേ നമുക്ക് ആവറേജ് കണക്കാക്കാനായിട്ട് സാധിക്കുള്ളൂ. അല്ലാതെ ഒരാളുടെ ഇൻ്റലിജൻസ്, ഇപ്പോൾ 10 പേരുണ്ട്, 10 പേരുടെ ഇൻ്റലിജൻസിൻ്റെ ആവറേജ് ഇത്രയാണ് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ന്യൂമറിക്കൽ ആയിട്ടുള്ള ഡാറ്റയിൽ നിന്ന് മാത്രമേ ആവറേജ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതായത് ഏജ്, ഹൈറ്റ്, വെയ്റ്റ്, മാർക്ക്, അങ്ങനെ നമ്പേഴ്സിൽ വരുന്ന കാര്യങ്ങളുടെ ആവറേജ് മാത്രമേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസിൽ അരിത്തമെറ്റിക് മീന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. അതാണ് ഒന്നാമത്തെ ലിമിറ്റേഷൻ. രണ്ടാമത്തത്, ഇറ്റ് ഈസ് അഫക്റ്റഡ് ബൈ എക്സ്ട്രീം വാല്യൂസ്. എക്സ്ട്രീം വാല്യൂസ് അരിത്തമെറ്റിക് മീനിനെ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുന്നു. അതെങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതാണ് അല്ലേ. അപ്പം എക്സ്ട്രീം വാല്യൂസ് അരിത്തമെറ്റിക് മീനിനെ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ആൻഡ് ദ തേർഡ് വൺ, ഇഫ് എ സിംഗിൾ ഒബ്സർവേഷൻ ഈസ് മിസ്സിംഗ് ഓർ ലോസ്റ്റ് ഓർ ഈസ് ഇല്ലെജിബിൾ, it mean cannot be calculated.
എന്താണ് ഒരു സിംഗിൾ ഒബ്സർവേഷൻ മിസ്സിംഗ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് മീൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇപ്പം നമ്മളോട് പറയാണ് 10, 25, 30, 62 ഇങ്ങനെ ഒരു ഡാറ്റ സെറ്റ് തന്നിട്ട് മീൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ സാധിക്കില്ല. കാരണം എന്താണ്, മീൻ എന്ന് പറയുന്നത് എല്ലാ ഒബ്സർവേഷനെയും ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് അല്ലേ. എല്ലാ ഒബ്സർവേഷനും ഉണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ എല്ലാ ഒബ്സർവേഷനും അവൈലബിൾ ആണെങ്കിൽ മാത്രമേ നമുക്ക് മീൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഏതെങ്കിലും ഒരെണ്ണം മിസ്സായി പോയാൽ തന്നെ, അല്ലെങ്കിൽ ഒരെണ്ണം നമ്മൾ മിസ്ഇൻ്റർപ്രറ്റ് ചെയ്യുക, അപ്പോൾ നമ്മൾ 30ക്ക് പകരം നമ്മൾ തെറ്റിയിട്ട് 40 എഴുതി, അപ്പം നമുക്ക് കിട്ടുന്ന അരിത്തമെറ്റിക് മീനും എന്തായിരിക്കും, തെറ്റായിരിക്കും. അപ്പം ഏതെങ്കിലും ഇൻഡിവിജ്വൽ ഒബ്സർവേഷൻ മിസ്സാവുകയോ അല്ലെങ്കിൽ അതിൽ റോങ് ആവുകയോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അരിത്തമെറ്റിക് മീനും എന്തായിരിക്കും, റോങ് ആയിരിക്കും. അപ്പം അത്രയും ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് ഓവറോൾ റിസൾട്ടിനെ എഫക്റ്റ് ചെയ്യും, മിസ് ഇൻ്റർപ്രിട്ടേഷനിലേക്ക് ലീഡ് ചെയ്യും. അപ്പോൾ അതും ഒരു നെഗറ്റീവാണ്. ആൻഡ് ദ ലാസ്റ്റ് വൺ, ഇൻ എ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് ഓപ്പണൻറ്റ് ക്ലാസ് the value of mean cannot be computed without making assumptions regarding the size of the class interval of opponent class. ഓപ്പണൻ്റ് ക്ലാസിൻ്റെ കേസിൽ കണ്ടിന്യൂസ് സീരീസിൽ ഓപ്പണൻ്റ് ക്ലാസ് വരികയാണെന്നുണ്ടെങ്കിൽ അരിത്തമെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യാം. പക്ഷേ നമ്മളവിടെ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, ക്ലാസ് ഇൻ്റർവെല്ലിൽ അസ്യൂം ചെയ്യേണ്ടതായിട്ട് വരും. അത് നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഓപ്പണൻ്റ് ക്ലാസ് എന്താണെന്ന് അറിയണം അല്ലേ. ഓപ്പണൻ്റ് ക്ലാസ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഹയസ്റ്റ് വാല്യൂ ലോവസ്റ്റ് വാല്യൂ നമുക്ക് തരില്ല. എക്സാമ്പിളായിട്ട് പറയാം, ഇപ്പോൾ ലെസ് ദാൻ 10, 5, 10 to 20, ഫ്രീക്വൻസിയാണ് 15, 20 to 30, 4, more than 30, 2. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് തന്നിട്ടുള്ള ഡാറ്റ സെറ്റ് ഈ ഒരു ഫോർമാറ്റിലാണെന്ന് വിചാരിക്കുക. അതായത് ഫസ്റ്റത്തെ കേസിൽ ലോവർ വാല്യൂ തന്നിട്ടില്ല, ലെസ് ദാൻ 10 എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ബാക്കി എല്ലാ ക്ലാസ്സസും കറക്റ്റ് ക്ലാസ് ഇൻ്റർവെലോട് കൂടിയിട്ടാണ്, അതായത് 10 to 20, 20 to 30. ദെൻ ലാസ്റ്റിലും എന്ത് പറയുന്നില്ല, മോർ ദാൻ 30 എന്നേ പറയുന്നുള്ളൂ. അപ്പോൾ ഇവിടെ എന്താണ്, ലോവർ ലിമിറ്റ് 30 ആണ്, പക്ഷെ അപ്പർ ലിമിറ്റ് തന്നിട്ടില്ല. അപ്പോൾ ആദ്യത്തെ കേസിൽ ലോവർ ലിമിറ്റും ലാസ്റ്റത്തെ ക്ലാസ്സിൽ അപ്പർ ലിമിറ്റും തന്നിട്ടില്ല. ഇങ്ങനെ ഒരു ഡാറ്റാ സെറ്റ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഡാറ്റാ സെറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓപ്പണൻ്റ് ക്ലാസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്താണ് ഓപ്പണൻ്റ് ക്ലാസ്? ഫസ്റ്റത്തെ എന്താ പറയുക, ഫസ്റ്റത്തെ ആ ഒരു ക്ലാസ് ഗ്രൂപ്പിൻ്റെ ലോവർ ലിമിറ്റും അല്ലെങ്കിൽ ലാസ്റ്റത്തെ ക്ലാസ് ഗ്രൂപ്പിൻ്റെ അപ്പർ ലിമിറ്റും തന്നിട്ടില്ല, അല്ലെങ്കിൽ നേരെ തിരിച്ചും സംഭവിക്കാം. ഓക്കെ, അപ്പം ഈ ഒരു രീതിയിൽ കിട്ടുന്ന ഡാറ്റാ സെറ്റിനെയാണ് നമ്മൾ ഓപ്പണൻ്റ് ക്ലാസ് എന്ന് പറയുന്നത്. ഇപ്പം ഇത്തരത്തിലുള്ള ഒരു ഓപ്പണൻ്റ് ക്ലാസ് നിങ്ങൾക്ക് തന്നിട്ട് അരിത്തമെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, ആ ഒരു ക്ലാസ് ഇൻ്റർവെല്ല് നമ്മൾ അസ്യൂം ചെയ്യേണ്ടതായിട്ട് വരും. കാരണം എന്താണ്, നമുക്ക് മിഡിൽ വാല്യൂ കണ്ടുപിടിക്കണം അല്ലേ, മിഡിൽ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യണം. മിഡിൽ വാല്യൂ അറിയണമെന്നുണ്ടെങ്കിൽ ഹയസ്റ്റ് വാല്യൂം ലോവസ്റ്റ് വാല്യൂ നമ്മൾ കൂട്ടി 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ മിഡ് വാല്യൂ കണ്ടുപിടിക്കുക അല്ലേ. നമ്മുടെ ഇക്വേഷൻ പ്രകാരം സിഗ്മ FM/n ആണ്. അപ്പോൾ നമുക്ക് മിഡ് വാല്യൂ അറിയണം. മിഡ് വാല്യൂ അറിയണമെന്നുണ്ടെങ്കിൽ ഹൈയും ലോവും തമ്മിൽ കൂട്ടിയിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് മിഡ് വാല്യൂ കിട്ടുക. പക്ഷേ ഈ ഒരു കേസിൽ എന്താണ്, കൃത്യമായിട്ട് പറയുന്നില്ല അല്ലേ. ഫസ്റ്റത്തെ കേസിൽ എത്രയാണ് അതിൻ്റെ ലോ വാല്യൂ എന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നില്ല. ലാസ്റ്റത്തെ കേസിലാണെങ്കിലോ അപ്പർ വാല്യൂ ഏതാ അല്ലെങ്കിൽ ഹയർ വാല്യൂ ഏതാ എന്നുള്ളതും കൃത്യമായിട്ട് പറയുന്നില്ല. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യേണ്ടി വരും, മറ്റ് ക്ലാസ്സിനെ നോക്കിയിട്ട് ആ ഒരു ക്ലാസ് ഇൻ്റർവെല്ല് അസ്യൂം ചെയ്യണം. സോ ഇവിടെ 10 to 20, 20 to 30 ആയതുകൊണ്ട് 10 ആയിരിക്കാം ക്ലാസ് ഇൻ്റർവെൽ എന്ന് അസ്യൂം ചെയ്തുകൊണ്ട് നമുക്കിതിന് എന്ത് എഴുതാം, 30 to 40 എന്നും 0 to 10 എന്നും എഴുതാം. സോ ഇതെന്താണ്, ഒരു അസംഷനാണ്. ഇത് കറക്റ്റ് ആവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. പക്ഷേ ഓപ്പണൻ്റ് ക്ലാസ് തന്നിട്ട് അരിത്തമെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ വി ഹാവ് നോ അതർ ഓപ്ഷൻ. നമുക്ക് ഈ ഒരു അസംഷൻ ക്ലാസ് ഇൻ്റർവെല്ലിൻ്റെ മുകളിൽ ഒരു അസംഷൻ നടത്തിയാൽ മാത്രമേ അത് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ അരിത്തമെറ്റിക് മീന് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓപ്പണൻ്റ് ക്ലാസ് ഡാറ്റയ്ക്ക് സ്യൂട്ടബിൾ അല്ല എന്നാണ്
പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്പണൻ്റ് ക്ലാസ് തന്നിട്ടുണ്ടെങ്കിൽ ആവറേജ് കണ്ടുപിടിക്കുന്നത് അരിത്തമെറ്റിക് മീൻ ഉപയോഗിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അത് ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് തരില്ല എന്നുള്ളതാണ് മറ്റൊരു ഡീമെറിറ്റ് ആയിട്ട് പറയുന്നത്. എന്തുകൊണ്ടാണ് ഓപ്പൺ എൻഡഡ് ക്ലാസ്സിൽ അരിത്തമെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആക്യുറേറ്റ് ആവില്ല എന്ന് പറയുന്നത്? കാരണം അവിടെ ക്ലാസ് ഇൻ്റർവെല്ലിൽ നമ്മൾ അസ്യൂം ചെയ്യുന്നതാണ്, മറ്റുള്ള ഡാറ്റ സെറ്റിനെ നോക്കിയിട്ട് അസ്യൂം ചെയ്യുന്നതാണ്. അത് ശരിയാവണമെന്ന് ഇല്ല. പക്ഷേ നമുക്ക് ആ ഒരു ക്ലാസ് ഇൻ്റർവെല്ലിൽ നമ്മൾ ശ്രദ്ധിച്ചില്ല, അല്ലെങ്കിൽ അത് നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ മിഡ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല, അരിത്തമെറ്റിക് മീനും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ട്, മിഡ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ക്ലാസ് ഇൻ്റർവെല്ല് അസ്യൂം ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ആ ഒരു അസംഷൻ നടത്തുന്നത് കൊണ്ടാണ് ഓപ്പൺ എൻഡഡ് ക്ലാസ്സുകൾക്ക് അല്ലെങ്കിൽ ഓപ്പൺ എൻഡഡ് ക്ലാസ്സസ് ഉള്ള ഡാറ്റ സെറ്റിന് അരിത്തമെറ്റിക് മീന് ആക്യുറേറ്റ് അല്ല എന്ന് പറയുന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയാണ് ഡീമെറിറ്റ്സ് ഓഫ് അരിത്തമെറ്റിക് മീൻ. എന്തൊക്കെയായിരുന്നു? എക്സ്ട്രീം വാല്യൂസ് ഉണ്ടെങ്കിൽ അത് നെഗറ്റീവ്ലി എഫക്റ്റ് ചെയ്യും. ക്വാളിറ്റേറ്റീവ് ഡാറ്റ പഠിക്കാനായിട്ട് സ്യൂട്ടബിൾ അല്ല. ഏതെങ്കിലും ഒബ്സർവേഷൻ മിസ്സാവുകയോ റീഡബിൾ അല്ലാതെ വരികയോ റോങ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അരിത്തമെറ്റിക് മീനിനെ അത് നെഗറ്റീവായിട്ട് ബാധിക്കും. അതേപോലെ തന്നെ ഓപ്പണൻ്റ് ക്ലാസ്സുകൾക്കും അരിത്തമെറ്റിക് മീനിൻ്റെ കമ്പ്യൂട്ടേഷൻ എന്ന് പറയുന്നത് ആക്യുറേറ്റ് ആവാനായിട്ടുള്ള സാധ്യത കുറവാണ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഡീമെറിറ്റ്സ് ഓഫ് അരിത്തമെറ്റിക് മീൻ. താങ്ക് യു.